എല്ലാവർക്കും നമസ്കാരം. എസ്.എൻ.എം ട്രെയിനിംഗ് കോളേജിലെ ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ച പ്രതിവാര പുസ്തക നിരൂപണത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുസ്തകങ്ങൾ നമ്മെ ചിന്തിപ്പിക്കുകയും സ്വപ്നം കാണിക്കുകയും ലോകത്തെ പുതിയ കാഴ്ചപ്പാടിൽ കാണാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന അത്ഭുത ശക്തിയാണ്. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയും അവയെക്കുറിച്ച് ആശയവിനിമയം നടത്തുകയും ചെയ്യുന്ന ഈ പരിപാടിക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഇന്നത്തെ പുസ്തക നിരൂപണത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഷാഹിന ഇക്കയുടെ സ്വപ്നങ്ങളുടെ പുസ്തകം എന്ന കഥാസമാഹാരമാണ്. സ്വാഗത പ്രസംഗത്തിനായി ഒന്നാം വർഷ ബി.എഡ് മലയാളം വിദ്യാർത്ഥിനി സ്നേഹ കെ.ആറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്ന് നമ്മൾ ഇങ്ങനെ ഒത്തുചേരുമ്പോൾ അറിവിന്റെയും ചിന്തയുടെയും ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർക്കേണ്ടത് വളരെ പ്രധാനമാണ്. വായന എന്നത് കേവലം അക്ഷരങ്ങൾ കൂട്ടിവായിക്കുക എന്നതിലുപരി അത് പുതിയ ലോകങ്ങളെ കണ്ടെത്താനും വ്യത്യസ്ത സംസ്കാരങ്ങളെ അടുത്തറിയാനും നമ്മുടെ ചിന്തകളെ വികസിപ്പിക്കാനും സഹായിക്കുന്ന ഒരു മഹത്തായ പ്രക്രിയയാണ്. അതിനാൽ വ്യാഴാഴ്ച വായനാഴ്ചയുടെ പ്രാധാന്യം എടുത്തു പറയേണ്ടതുണ്ട്. ഈ പരിപാടിക്ക് സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മിസ്സിനെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വ്യാഴാഴ്ച വായനാഴ്ചയുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ കൃഷ്ണകുമാർ സാറിനെയും ഡോക്ടർ ഹീര മിസ്സിനെയും സ്നേഹത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്ന സ്വപ്നങ്ങളുടെ പുസ്തകം എന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരി ഷാഹിന ഇ.കെ ടീച്ചറിനെയും ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വപ്നങ്ങളുടെ പുസ്തകം എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത് ഒന്നാം വർഷ ബി.എഡ് മലയാള വിദ്യാർത്ഥിനി കലാവതി കെ ആണ്. കലാവതിയെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഈ പരിപാടി കേൾക്കുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും അധ്യാപകരെയും പുസ്തകപ്രേമികളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി സ്നേഹ. അടുത്തതായി പുസ്തക നിരൂപണത്തിനായി ഒന്നാം വർഷ ബി.എഡ് മലയാളം വിദ്യാർത്ഥിനിയായ കലാവതി കെയെ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. ഷാഹിന ഇ.കെയുടെ സ്വപ്നങ്ങളുടെ പുസ്തകമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ആർക്കും ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാവുന്ന ഒരു കുഞ്ഞു പുസ്തകമാണ് സ്വപ്നങ്ങളുടെ പുസ്തകം. DC ബുക്സ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 99 പേജുകൾ അടങ്ങുന്ന ഈ കുഞ്ഞു പുസ്തകത്തിൽ തെല്ലുനീണ്ട 4 കഥകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കവിത വായിക്കുന്നത് പോലെ അത്രമേൽ കാവ്യാത്മകമായ തരത്തിൽ വായിച്ചു പോകാവുന്ന കഥകളാണ് സ്വപ്നങ്ങളുടെ പുസ്തകം. മനസ്സിൽ ആഴത്തിൽ വേരുറച്ചു പോയ ചില സ്വപ്നങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ചെരുവിൽ സാധിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവ. ചിലപ്പോൾ അവസാനം വരേക്കും വെറും സ്വപ്നം മാത്രമായി തുടരുന്നവയും. ഇനിയും ഒരു 100 വർഷം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന സ്വപ്നങ്ങൾ ബാക്കി വെച്ചാകും ഓരോ മനുഷ്യനും മരിച്ചു പോകുന്നത്. സ്വപ്നങ്ങളോളം മനോഹരമായ ഒന്നില്ല. അത്തരത്തിൽ ഒരു സ്വപ്നങ്ങളുടെ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ പുസ്തകത്തിന്റെ പേരായിരുന്നു എന്നെ ഏറെ ആകർഷിച്ചതും പുസ്തകത്തോട് അടുപ്പിച്ചതും. നമ്മുടെ ജീവിതത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു വാക്കാണ് സ്വപ്നം. നാം ആഗ്രഹിക്കുന്നതും നേടിയെടുക്കാൻ കഴിയാതെ പോയ ഒരുപിടി കാര്യങ്ങൾ നാം കാണുന്നതും നമ്മുടെ സ്വപ്നങ്ങളിലൂടെ ആയിരിക്കും. മനുഷ്യരുടെ നിഗൂഢമായ മാനസിക വ്യാപാരങ്ങളിലേക്കുള്ള യാത്രയിൽ വായനക്കാരെ ഒപ്പം ചേർക്കുകയാണ് ഷാഹ്ന മാമിന്റെ സ്വപ്നങ്ങളുടെ പുസ്തകത്തിലെ ഓരോ കഥയും. കഥകൾക്ക് പൊതുവെ വലിപ്പം കുറഞ്ഞു വരുന്ന കാലത്ത് അതിൽ നിന്ന് വിഭിന്നമായി സ്വപ്നങ്ങളുടെ പുസ്തകം കാഷീർ കൽ സൂഫിയാൻ, കൃഷ്ണചുര, ക്രിസാൻ ഫെർണാണ്ടിസിന് സെറീനയോട് പറയാനുള്ളത് എന്നീ 4 നീണ്ട കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. പ്രിയപ്പെട്ടവൻ കൺമുന്നിൽ വെച്ച് നഷ്ടമായതോടെ സ്ഥലകാലബോധം നഷ്ടപ്പെട്ട അവന്റെ സ്വപ്നങ്ങളുടെ പുസ്തകം തിരയുന്ന പെൺകുട്ടിയുടെ കഥയാണ് ആദ്യത്തേത്. ചെറുകഥാ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും വിപുലമായ കഥകളാണ് പുസ്തകത്തിലുള്ളതെന്ന് ആദ്യത്തെ കഥയിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒറ്റയ്ക്കാവാൻ ആഗ്രഹിക്കാതെ അത്രമേൽ പ്രിയപ്പെട്ട ഒരാളുടെ വേർപാടിനാൽ ഒറ്റപ്പെട്ടുപോയ ഒരു ഹൃദയത്തിനുടമയാണ് സ്വപ്നങ്ങളുടെ പുസ്തകം എന്ന കഥയിലെ പെൺകുട്ടി. സ്വപ്നത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയിലുള്ള
നേർത്ത രേഖയിലൂടെയാണ് ഈ കഥ സഞ്ചരിക്കുന്നത്. നായികയുടെ മനസ്സിലൂടെ ഒഴുകുന്ന ഓർമ്മകൾ, അനുഭവങ്ങൾ, അടക്കിവെച്ച വേദനകൾ എന്നിവയാണ് കഥയുടെ മുഖ്യധാര. സ്വപ്നങ്ങൾ എഴുതിവെക്കാൻ എനിക്കും ഇഷ്ടം തോന്നുന്നുണ്ടിപ്പോൾ. ശൂന്യതയിൽ നിന്ന് തുടങ്ങാൻ വയ്യ. അവന്റെ പുസ്തകത്തിന്റെ തുടർച്ചയായി എനിക്ക് എഴുതണം. അവൻ വരുമ്പോൾ ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ പുസ്തകമായിരിക്കും അത് എന്ന് നായിക പറയുമ്പോൾ പ്രതീക്ഷയുടെ ഭംഗി അത്രമേൽ ഹൃദയസ്പർശമാം വിധം വായനക്കാരിലേക്ക് അലിഞ്ഞു ചേരുന്നുണ്ട്. ഭൂതകാലത്തിന്റെ ഭംഗിയും നാളെയുടെ പ്രതീക്ഷയും നമുക്ക് ഈ കഥയിൽ നിന്ന് വ്യക്തമാക്കാം. പ്രതീക്ഷിക്കാത്ത സമയത്ത് നഷ്ടമാവുമ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നായികയുടെ സ്വപ്നങ്ങൾ. ഈ സമാഹാരത്തിലെ ഏറ്റവും സങ്കീർണമായ കഥയും ഇത് തന്നെയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ദൂരെ നിലാവിൽ ക്ഷണവേഗത്തിൽ രൂപം കൊള്ളുന്ന ഒരു കറുത്തിരുണ്ട ചുഴലി നോക്കിയിരിക്കവേ അത് അതിവേഗം പൂണ്ട് കറങ്ങുന്നു. അതിനകത്താരോ ഉണ്ട്, ഉറപ്പായുമുണ്ട്. നിലവിളിച്ചുകൊണ്ട് അത് നൃത്തം ചെയ്യുന്നു. വിചിത്രമായൊരു നൃത്തത്തിന്റെ ഒടുക്കത്തെ അതിവേഗ ചുവട്. ഞാനൊരു സ്വപ്നമാകുന്നു, നീ അത് എഴുതുന്നു. സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആദ്യത്തെ കഥ അവസാനിക്കുന്നത്. സൈന്യത്തിനും തീവ്രവാദങ്ങൾക്കുമിടയിൽ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാശ്മീർ ജനങ്ങളുടെ പ്രതിനിധി സൂഫിയാനെയും വികാരങ്ങൾക്കല്ല രാജ്യ താൽപര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന കർത്തവ്യബോധത്തിൽ പ്രവർത്തിക്കുന്ന പട്ടാളക്കാരനെയുമാണ് കാശീർ കൽ സൂഫിയാൻ എന്ന രണ്ടാമത്തെ കഥയിൽ കാണുന്നത്. കഥയുടെ ശീർഷകത്തോട് അത്ര തന്നെ നീതി പുലർത്തുന്നതാണ് ഈ കഥ. അതൊരു ശീലമായി കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ ജീവിതം കൊണ്ടുള്ള കളി. നിങ്ങൾക്കറിയാമോ, ഭൂരിപക്ഷം കാശ്മീരികൾക്കും ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, സമാധാനമുണ്ടാവണം. ഈ അനുഗ്രഹിക്കപ്പെട്ട താഴ്വരയിൽ വെടിയൊച്ചകളില്ലാതെ ഉറങ്ങാനും ഉണരാനും കഴിയണം. വീട് വിട്ടു പോകുന്ന ഞങ്ങളുടെ മക്കൾ തിരികെ എത്തണം. ഞങ്ങളുടെ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം. സദാ സംശയക്കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ ചൂഴ്ന്നു നോക്കപ്പെടാതിരിക്കണം. അറിയണം, ഞങ്ങളെപ്പോലുള്ളവരുമുണ്ട് ഈ താഴ്വരയിൽ. സത്യത്തിൽ ഞങ്ങളെപ്പോലുള്ളവരാണ് ഇവിടെ കൂടുതലും. ഞങ്ങളാരും തീവ്രവാദികളല്ല. ജീവിക്കുന്ന മണ്ണിനെതിരെ പോരാടാൻ ഞങ്ങളാരും ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നില്ല. ആരാണ് ഞങ്ങൾ? 100% ഇന്ത്യക്കാർ, ഈ മണ്ണിന്റെ ശാന്തി ആഗ്രഹിക്കുന്നവർ. വികാരങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ ശരികൾ മാത്രമാണ് സൈനികരുടെ ശരികൾ എന്ന് ആവർത്തിക്കുമ്പോൾ തീവ്രമായൊരു വേദന ഈ കഥ വായിക്കുമ്പോൾ വായനക്കാരന്റെ വികാരത്തിൽ കടന്നു വന്നേക്കാം. വ്യക്തി സ്വപ്നങ്ങളെക്കാൾ മഹത്തായത് ദേശസ്വപ്നമാണെന്ന ബോധവും സൈനികന്റെ നഷ്ടസ്വപ്നങ്ങൾ, അവരുടെ ത്യാഗം, അതെല്ലാം ഓർമ്മിക്കുമ്പോഴാണ് രാജ്യസ്നേഹത്തിന്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ തിരിച്ചറിയുന്നതെന്ന് ഒരു നിശബ്ദ സന്ദേശം കൂടി ഈ കഥ നമ്മോട് പറയുന്നുണ്ട്. ആദ്യത്തെ കഥയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു കഥയായി തോന്നി കാശീർ കൽ സൂഫിയാൻ എന്ന രണ്ടാമത്തെ കഥ. കൃഷ്ണചുര എന്ന മൂന്നാമത്തെ കഥയിലൂടെ ഷഹനാൻ മാം പറയുന്നത് നമ്മുടെ പരിസരത്ത് ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ദൈന്യതയാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ദുരിതവും ദൈന്യതയും. ഭാഷാ വ്യത്യാസവും നിയമബോധത്തിന്റെ കുറവും കാരണം അവർ ചൂഷണങ്ങൾക്ക് എളുപ്പത്തിൽ ഇരയാകുന്നു. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന കഥയിലെ ഗോപാൽ യാദവിന്റെ പട്ടിണിക്ക് ശേഷം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ജീവിതം അത്രമേൽ തീക്ഷ്ണമായി അവതരിപ്പിക്കുന്ന കഥയാണ് കേരളത്തിൽ പണിക്കെത്തുന്ന ഗോഗകന്റെ കഥ. ആരെയാണോ കേരളത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അവരെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് മലയാളി തന്നെയാണ്. ഇതര സംസ്ഥാനക്കാരെ കൊണ്ട് സാമ്പത്തിക നേട്ടം കൊയ്യുന്ന എത്രയോ മലയാളികളെ കേരളത്തിലുടനീളം കാണാം. എത്ര ഇതര സംസ്ഥാനക്കാർ വേണമെങ്കിലും വന്നോട്ടെ, തൊഴിലെടുത്തോട്ടെ, താമസിച്ചോട്ടെ എന്ന് പ്രോത്സാഹിപ്പിക്കുന്നവരാണ് കേരളീയർ. അവരെ കൊണ്ടുള്ള വരുമാനവും ലാഭവും ഓർത്താണത്. ഇതിൽ തൊഴിലുടമകളുണ്ട്, ഇതര സംസ്ഥാന തൊഴിലാളികളെ വിതരണം ചെയ്യുന്ന കോൺട്രാക്ടർമാരുണ്ട്, സാധാരണക്കാരുണ്ട്. ഇവരെല്ലാം ഓരോരോ രീതിയിൽ ഈ തൊഴിലാളികളെ ചൂഷണം ചെയ്ത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നവരാണ്. അത്തരത്തിൽ അവരുടെ ദൈന്യത അറിയിക്കുന്ന കൃഷ്ണചുര എന്ന കഥ ഏറെ ചിന്തിപ്പിക്കുന്ന ഒന്നായി അനുഭവപ്പെടും ഓരോ വായനക്കാരനും. കേരളത്തിലെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ ആരാണ് സംഘടിപ്പിക്കേണ്ടതെന്ന് ഈ കഥ വായിക്കുമ്പോൾ ഓരോ വായനക്കാരനും ചോദിക്കും. ഇതിലെ കഥാപാത്രങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നത് അവർക്ക് മാത്രം അറിയുന്ന ഭാഷയുടെ സ്വപ്നങ്ങളും സംഘർഷങ്ങളും വൈകാരികതയും വിഷാദങ്ങളും കൊണ്ട് തന്നെയാണെന്ന് മനസ്സിലാക്കാം.
നാലാമത്തെ കഥയിലേക്ക് കടക്കുമ്പോൾ ഉടലും സ്വത്വവും തമ്മിലുള്ള പൊരുത്തക്കേടുകളും അതിന്റെ സംഘർഷങ്ങളും ഇപ്പോൾ ഒരു പുതിയ വിഷയമല്ല എന്ന് തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എങ്കിലും പ്രമോദ് രാമനെ പോലെ അപൂർവം ചിലരാണ് മലയാളത്തിൽ ഇതിനെ പ്രധാന പ്രമേയമാക്കി കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു പ്രതിസന്ധിയിൽപ്പെട്ടുഴലുന്ന മാതാപിതാക്കൾ ഉൾപ്പെടെ ചുറ്റുമുള്ള മനുഷ്യർക്കിടയിൽപ്പെട്ട് വീർപ്പ് മുട്ടുന്ന ക്രിസാന്തിന്റെ ആത്മവ്യഥകളാണ് നാലാമത്തെ കഥയിൽ പറയുന്നത്. തന്നോട് പ്രണയമുള്ള കൂട്ടുകാരിയോട് തനിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ലെന്ന് എങ്ങനെ മനസ്സിലാക്കിക്കുമെന്നറിയാതെ ഉഴലുകയും എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ക്രിസാന്തിന്റെ സംഘർഷങ്ങളാണ് ഈ കഥയിൽ നിറയുന്നത്. ക്രിസാന്ത് ഫെർണാണ്ടസിന്റെയും സെറീനയുടെയും പ്രേമത്തിന്റെ കഥ ഒരേ സമയം നഷ്ടത്തിന്റെയും വീണ്ടെടുക്കലിന്റെയും കഥയാണ്. സ്വന്തം ജീവിതത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുതെന്നാണ് ക്രിസാന്ത് എല്ലാവരോടും പറയുന്നത്. ഈ പുസ്തകത്തിൽ എന്നെ ഏറെ ആകർഷിച്ച കഥയും ഇത് തന്നെയാണ്. സെറീന, എന്റേതായി ആരുമില്ലാത്ത ഒരു അപരിചിത ഭൂഖണ്ഡത്തിലേക്ക് ഞാൻ അടുക്കുകയാണ്. ഇനിയുള്ള വർഷങ്ങൾ അത്രയും ഞാൻ എന്നെ അറിയുകയാവും. ഞാൻ എനിക്കൊപ്പമാകും, എന്നെ രൂപപ്പെടുത്തും. അങ്ങനെയൊക്കെ ഞാൻ മോഹിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഇല്ലെന്ന് തന്നെ കരുതൂ. അവിടെ നിങ്ങൾക്കിടയിൽ നിൽക്കുന്തോറും ഭീരുത്വം, ബന്ധങ്ങൾ കൊണ്ട് കുരുക്ക് കെട്ടിയ ഭീരുത്വം, അതെന്നെ ഇല്ലാതാക്കുകയുള്ളൂ. എനിക്കത് അതിജീവിക്കാനാവില്ല. അന്ന് ഞാൻ നിന്നെപ്പോലെയാകും, അതിലോലമായൊരു ദുപ്പട്ട പോലെ. എന്റെ പേര് അപ്പോഴെന്താവണം? അത്ര മൃദുവായ, പരസ്പരം കൂട്ടിമുട്ടാത്ത മൂന്നക്ഷരങ്ങൾ കൊണ്ട് നീയൊരു പെൺപേര് കണ്ടെത്തണം എനിക്ക്. സെറീന, നിന്റെ പേരുപോലെ അത്രയ്ക്ക് ആർദ്രമായ, ഭാരരഹിതമായ മറ്റൊരു പേര്. ഒരു ഭാഗത്ത് നഷ്ടപ്പെടുന്നതും മറുഭാഗത്ത് വീണ്ടെടുക്കലും. എത്ര മനോഹരമായാണ് മാം ഇത് എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് എൻ്റെ വായനയിൽ നിന്ന് തോന്നിത്തുടങ്ങി. വായനയ്ക്ക് ശേഷം ഞാൻ ആഗ്രഹിച്ചു പോയത് കഥയിലെ ഓരോ കഥാപാത്രങ്ങളും അവർ ആഗ്രഹിച്ച സമാധാന അന്തരീക്ഷത്തിൽ സന്തോഷത്തോടെ കഴിയാനാണ്. ഷാഹിന മാമിന്റെ മറ്റൊരു പുസ്തകം ഒറ്റനൊടി കവിതകൾ കയ്യിലെടുത്തപ്പോൾ അതിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, ചിത്രരചനയിൽ വളരെ വളരെ നല്ല കഴിവുണ്ടെന്ന്. വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കാനും സ്വപ്നങ്ങൾ കൊണ്ട് കഥ എഴുതാനും സാധിക്കുന്ന ഒരു എഴുത്തുകാരിയുടെ പുസ്തകം പരിചയപ്പെട്ടത് എനിക്ക് അതിയായ സന്തോഷം തോന്നുന്നു. സ്വപ്നങ്ങളെ വാക്കുകൾ കൊണ്ട് വരച്ചിട്ടിരിക്കുകയാണ് സ്വപ്നങ്ങളുടെ പുസ്തകത്തിൽ ഷാഹിന മാം. വാക്കുകളോട് 100% ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട്. വിവിധ ദേശങ്ങളിലെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. മനുഷ്യന്റെ ഉള്ളറകളിലേക്കും അവന്റെ സ്വപ്ന ഭൂമിയിലേക്കുമുള്ള നിസ്സാരമല്ലാത്ത യാത്രയാണ് കഥയിലെ ഓരോ കഥാപാത്രങ്ങളിലൂടെയും വായനക്കാർ സഞ്ചരിക്കുന്നത്. ജീവിതത്തിന്റെ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും വേദനകളെയും ഷാഹിന മാം അത്ര തന്നെ ഹൃദയസ്പർശമാം വിധം ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കൃതിയിലെ ഭാഷ അതിമൃദുലവും കവിതാ സ്വഭാവമുള്ളതുമാണ്. സ്ത്രീ ജീവിതത്തിന്റെ സൂക്ഷ്മാനുഭവങ്ങൾ, പ്രണയം, ഒറ്റപ്പെടൽ, സമൂഹത്തിന്റെ കഠിനതകൾ എല്ലാം സ്വപ്നങ്ങളുടെ പ്രതീകങ്ങളുടെ ഗ്രന്ഥത്തിൽ ജീവിക്കുന്നു. കഥാപാത്രങ്ങൾ അധികം ഉച്ചത്തിൽ സംസാരിക്കുന്നില്ല. അവർ ചിന്തകളിലൂടെ, മൗനങ്ങളിലൂടെ വായനക്കാരനോട് സംസാരിക്കുന്നു. യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിലുള്ള അതിർത്തി മങ്ങിയൊഴുകുന്ന ശൈലി കൃതിയുടെ പ്രധാന ആകർഷണമാണെന്ന് എനിക്ക് എൻ്റെ വായനയിലൂടെ മനസ്സിലായി. പ്രതീക്ഷ നഷ്ടപ്പെടുന്നിടങ്ങളിലും സ്വപ്നം തന്നെയാണ് മനുഷ്യനെ ജീവനോടെ നിർത്തുന്നതെന്ന സന്ദേശം സ്വപ്നങ്ങളുടെ പുസ്തകം ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യന്റെ ഉള്ളറകളിലേക്കും അവന്റെ സ്വപ്ന ഭൂമിയിലേക്കുമുള്ള നിസ്സാരമല്ലാത്ത യാത്രയാണ് ഷഹ്ന മാമിന്റെ സ്വപ്നങ്ങളുടെ പുസ്തകം. നാം എല്ലാവരും സ്വപ്നം കാണാറുണ്ട്. നിദ്ര വിട്ടുണരുമ്പോഴും സ്വപ്നങ്ങൾ അവശേഷിക്കാറുണ്ടോ? ഉറക്കമുണർന്ന് സ്വപ്നത്തിന്റെ രസനൂലുകൾ പൊട്ടിയതോർത്ത് ഖേദിച്ചിട്ടുണ്ടോ? ഉണർച്ചയ്ക്ക് ശേഷവും പിന്തുടരുന്ന സ്വപ്നങ്ങളെ നിങ്ങൾ പകർത്തി വെച്ചിട്ടുണ്ടോ? സ്വപ്നത്തിനും യാഥാർത്ഥ്യത്തിനുമിടയിലെ രേഖയിലൂടെ നടന്നുപോയിട്ടുണ്ടോ? മണ്ണും ആകാശവും കാണാത്ത സ്വപ്നങ്ങളെ പുസ്തകമാക്കിയ എഴുത്തുകാരിയാണ് ഷാഹിന മാം എന്ന് പുസ്തകത്തിന്റെ ഓരോ വായനയിലും ബോധ്യമായി. ഷാഹിന മാമിന്റെ കഥകൾ സമൂഹത്തിലെ സ്ത്രീപക്ഷ രചനയുടെ മുഖം പ്രത്യക്ഷപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കഥാംശത്തിലും വ്യത്യസ്തത പുലർത്തുന്നതായി തോന്നി. ജീവിതത്തിലെ ഓരോ ഘടകങ്ങളെയും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന കഥകളാക്കി മാറ്റിയിട്ടുണ്ട്. കാറ്റും വെയിലും ഇലയും പൂവും പോലെ എന്ന ഷാഹിന മാമിന്റെ പുസ്തകത്തിലും നമുക്ക് ആ വ്യത്യസ്തത ദർശിക്കാൻ കഴിയും.
മനുഷ്യർ ഇഷ്ടപ്പെടുന്ന ഓരോ അംശത്തെയും കഥയാക്കി മാറ്റിയെന്ന് ഓരോ കഥയും വായിക്കുമ്പോൾ നമുക്ക് തോന്നും. സ്വപ്നങ്ങളുടെ പുസ്തകത്തിന്റെ 100-ാം പേജ് ശൂന്യമാണ്. സ്വപ്നങ്ങളുടെ പുസ്തകം ഒരിക്കലും പൂർണ്ണമാകുന്നില്ല. അത് വായനക്കാരുടെ സ്വപ്നങ്ങൾ കുറിച്ചു തുടങ്ങാനുള്ള ശൂന്യതയാവും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോരോ സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ സ്വപ്നങ്ങളെല്ലാം സഫലമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നന്ദി കലാവതി. സ്വപ്നങ്ങളുടെ പുസ്തകം എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവായ ഷാഹിന ഇ.കെ. മിസ് ഇന്ന് നമ്മോടൊപ്പം ഈ പരിപാടിയിൽ ചേർന്നിട്ടുണ്ട്. കവി, കഥാകാരി, അധ്യാപിക എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. എഴുത്തിന്റെ വ്യത്യസ്തമായ കാഴ്ചകളിലൂടെയും വഴികളിലൂടെയും വായനക്കാരെ നടത്തിക്കൊണ്ടുപോകുന്ന വാക്കുകളും വരികളുമാണ് മിസ്സിന്റേത്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയാണ് മിസ്സിന്റെ സ്വദേശം. അനന്തപത്മനാഭന്റെ മരക്കുതിരകൾ, പുതുമഴച്ചോരുള്ള ചുംബനങ്ങൾ, ഫാന്റം ബാത്ത്, കഥ, ആ, കാറ്റും വെയിലും ഇലയും പൂവും പോലെ തുടങ്ങിയ ചെറുകഥാ സമാഹാരങ്ങൾ മിസ്സിന്റേതാണ്. കൂടാതെ നീലത്തീവണ്ടി എന്ന നോവല, പ്രവാചകൻ എന്ന വിവർത്തനം, ഒറ്റഞ്ഞൊടി കവിതകൾ എന്ന കവിതാ സമാഹാരം, ഉണ്ണി എക്സ്പ്രസ്, ഡൽഹിന്ന് മുത്തശ്ശി വീട്ടിലേക്ക്, ടുട്ടൂസിന്റെ മിന്നാമിന്നിക്കൂട്ടം തുടങ്ങിയ ബാലസാഹിത്യ കൃതികൾ തുടങ്ങിയ വിവിധ സാഹിത്യ പ്രസ്ഥാനങ്ങളിൽ പടർന്നു കിടക്കുന്ന കൃതികൾ ഷാഹിന ഇ.കെ. എന്ന അതുല്യ പ്രതിഭയുടെ തൂലികയിൽ വിരിഞ്ഞവയാണ്. മിസ്സിന്റെ കൃതികൾ മറുഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുകയും പാഠപുസ്തകത്തിന്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. ഇടശ്ശേരി അവാർഡ്, TV കൊച്ചുബാവ കഥാപുരസ്കാരം, അങ്കണം അവാർഡ്, അറ്റ്ലസ് കൈരളി പുരസ്കാരം, കമല സുരയ്യ കഥാപുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മിസ്സിനെ സ്നേഹപൂർവ്വം എഴുത്തനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി സ്വാഗതം ചെയ്യുന്നു. വളരെയധികം സന്തോഷം. ആദ്യമായിട്ട് നമ്മുടെ ജോലികളിൽ നിന്നും അതുപോലെ ക്ലാസ്സിൽ നിന്നുമൊക്കെ ഈ ഒരു സമയത്ത് എത്തിച്ചേരുകയും ഈ ഒരു പരിപാടിയുടെ ഭാഗമാവുകയൊക്കെ ചെയ്യാൻ ഒരു മനസ്സെന്ന് പറയുന്നത്, വാക്കിനും വായനയ്ക്കും വേണ്ടി നമ്മൾ നീക്കിവെക്കുന്ന ഒരു സമയം, വളരെയധികം സന്തോഷമുണ്ട്. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിക്കുകയും അതിന്റെ ഭാഗമാക്കുകയും ചെയ്ത കൃഷ്ണകുമാർ സാറിനോട് പ്രത്യേകം സ്നേഹം അറിയിക്കുകയാണ്. ഒപ്പം ആദിത്യ, സ്നേഹ, പുസ്തകം നിരൂപണം ചെയ്ത കലാവതി, ഇവിടെ ആരൊക്കെ പ്രസന്റ് ആയിട്ടുണ്ടെന്ന് അറിയില്ല. എല്ലാവരോടും, എല്ലാ അധ്യാപകരോടും എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളോടും സ്നേഹം അറിയിക്കുന്നു. എൻ്റെ ഒരു രീതി, എഴുതിയ കഥകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കടക്കുക എന്നൊരു രീതി പിന്തുടരുന്ന ഒരാളാണ്. അപ്പം ഈ പരിപാടിക്ക് വേണ്ടി പുസ്തകം ഒന്നുകൂടെ വായിക്കണം എന്ന് കരുതിയിരുന്നെങ്കിലും എൻ്റെ തന്നെ പുസ്തകമാണ്, പക്ഷെ എനിക്ക് അത് അങ്ങനെ ഒരു സമയം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ, ഞാൻ എഴുതിയ പുസ്തകം സ്വാഭാവികമായിട്ടും ഞാൻ എഴുതിയ കഥകൾ, കഥാപാത്രങ്ങൾ ഇതൊക്കെ വളരെ തീവ്രമായ രീതിയിൽ എൻ്റെ ഉള്ളിലുണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരുപക്ഷെ എന്നെക്കാളും ഇപ്പൊ ആ പുസ്തകത്തെ അറിയുന്ന കലാവതിയെ പോലെയുള്ള ആളുകൾ ആ ഒരു എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് എനിക്ക് വന്നു പോവുകയാണെങ്കിൽ അതൊന്ന് പൂർത്തീകരിക്കണമെന്നുകൂടെ അഭ്യർത്ഥിക്കുകയാണ്. ഈ പുസ്തകത്തിന്റെ പേര് സ്വപ്നങ്ങളുടെ പുസ്തകം. സ്വപ്നങ്ങളുടെ പുസ്തകം എന്ന പേരുള്ള കഥ ഭാഷാഭൂഷണിയിലാണ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ആ ലക്കം ഭാഷാഭൂഷണി സ്വപ്നങ്ങളെ കുറിച്ചുള്ളൊരു ലക്കം കൂടിയായിരുന്നു. അപ്പൊ അവരതിന്റെ കവർ പേജ് ആയിട്ട് തന്നെ അതിന്റെ പേര് തന്നെ സ്വപ്നങ്ങളുടെ പുസ്തകം എന്ന് ചേർത്തിട്ടാണ് ആ ഒരു ലക്കം പ്രസിദ്ധീകരിച്ചത്. എന്നെ സംബന്ധിച്ച് പക്ഷേ ഈ സ്വപ്നങ്ങളുടെ പുസ്തകം എന്ന പേരിന് വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം എൻ്റെ ഒരു കൗമാരകാലം മുതൽക്ക് തന്നെ സ്വപ്നങ്ങൾ എഴുതി വയ്ക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എനിക്ക്. നമ്മളെല്ലാവരും സ്വപ്നം കാണും. കാണുന്ന സ്വപ്നങ്ങള് സാധാരണഗതിയിൽ മറന്നു പോകും. സ്വപ്നങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത് ഉറക്കത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ്, നമ്മുടെ അബോധ മനസ്സ് തുറന്നു വയ്ക്കുന്ന ഒരു സമയത്താണല്ലോ ഈ സ്വപ്നങ്ങൾ വരുന്നത്. അപ്പം നമ്മളത് മറന്നുപോകും. അതിൽ വളരെ ചെറിയ ഭാഗങ്ങൾ നമുക്ക് ഉണരുന്ന സമയത്ത് ഓർമ്മയുണ്ടാവുമെങ്കിലും ആ സമയത്ത് നമ്മൾ വീണ്ടും ഒരു ഉറക്കത്തിലേക്ക് വഴുതി പോകലാണ് സാധാരണഗതിയിലെ പതിവ്. പക്ഷെ എനിക്ക് എൻ്റെ കിടക്കയിൽ തന്നെ ഒരു പുസ്തകം വെക്കുന്നൊരു പതിവുണ്ടായിരുന്നു. ആ പുസ്തകത്തിന് ഞാനിട്ട പേരാണ് സ്വപ്നങ്ങളുടെ പുസ്തകം.
സ്വപ്നങ്ങളെ കുറിച്ച് സാധാരണ പറയാറുള്ള ഒരു കാര്യം, മാധവിക്കുട്ടിയൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്, സ്വപ്നങ്ങള് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഉന്മാദം വരുമെന്നൊരു വിശ്വാസം പണ്ടുണ്ടായിരുന്നു. വളരെ പിടിതരാത്ത നമ്മുടെ തന്നെ മനസ്സിന്റെ കുറെ ഭാഗങ്ങളാണ് നമുക്ക് ഓരോ സ്വപ്നങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നിങ്ങൾക്ക് അത് ആർക്കെങ്കിലും എഴുതി വെക്കുന്ന ശീലം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഭൂതകാലമായിട്ട് ബന്ധപ്പെട്ടും ഭാവിയുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ പിന്നീട് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കിട്ടാവുന്ന ഒരുപാട് കാര്യങ്ങള്, രസകരമായതും വിചിത്രവുമായിട്ടുള്ള നമ്മുടെ തന്നെ തുണ്ടുകള് നമുക്ക് നമ്മുടെ സ്വപ്നത്തില് കണ്ടെത്താനായിട്ട് പറ്റും. സ്വപ്നത്തിനൊരു ഭാഷയുണ്ട്, സ്വപ്നങ്ങളുടേതായിട്ടുള്ള ഒരു ഭാഷ. എന്നെ സംബന്ധിച്ച് ഒരു വെബ് സീരീസ് പോലെ സ്വപ്നം കാണുന്ന ഒരു ഏർപ്പാടുണ്ട്. ഇന്ന് കണ്ട സ്വപ്നത്തിന്റെ ഒരു ബാക്കി അടുത്ത ദിവസമോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമോ കണ്ട ഒരു നീണ്ട വെബ് സീരീസ് പോലെയോ സിനിമ പോലെയോ സ്വപ്നം കാണുന്ന ഒരു ഏർപ്പാടുണ്ട്. അതുപോലെ ഒരേ സ്വപ്നം ആവർത്തിച്ച് കാണുക, കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് വരിക, ഇങ്ങനെ തുടങ്ങി സ്വപ്നവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ചെറിയൊരു സമയത്തിനിടയിൽ ഞാൻ അതിലേക്ക് ഉണ്ടായതാണ് സ്വപ്നങ്ങളുടെ പുസ്തകം എന്ന് പറയുന്ന കഥ. ഈ പുനർജനി ഗുഹയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്വപ്നമായിരുന്നു അത്. ഈ സ്വപ്നം പകർത്തി എഴുതി വെച്ച് എനിക്ക് ഉണ്ടായ ഒരു തീവ്രമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്, ഈ സ്വപ്നത്തിനകത്ത് തീവ്രമായിട്ട് ഞാൻ എന്റെ സാന്നിധ്യം അറിയുന്നുണ്ട്. പക്ഷെ എവിടെയാണ് ഞാൻ എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ സ്വപ്നത്തിനുള്ളിൽ നിന്ന് കാണുന്ന ഒരാളെ പോലെ, അല്ലെങ്കിൽ സ്വപ്നം തന്നെ ഞാനായി മാറുന്നത് പോലെ ഒരു അനുഭവമായിരുന്നു അത്. ഈ പുനർജനി ഗുഹയുമായിട്ട് ബന്ധപ്പെട്ട ആ കഥയ്ക്കകത്ത് വരുന്ന പുനർജനി ഗുഹയുമായിട്ട് ബന്ധപ്പെട്ട അത് ജീവിതത്തിന്റെ 2 ഘട്ടങ്ങളാവാം, അല്ലെങ്കിൽ ജീവിതത്തിലെ വിശ്വസിക്കാനാവാത്ത ഒരനുഭവവും അല്ലെങ്കിൽ യാഥാർത്ഥ്യവും അയാഥാർത്ഥ്യവുമായിട്ടുള്ള 2 കാര്യങ്ങൾക്കിടയിലുള്ള ഒരു ഇരുണ്ട ഭാഗമാവാം. അപ്പൊ ഈ ഒരു സംഗതി ആവർത്തിച്ച് കണ്ട ഒരു സ്വപ്നത്തിൽ നിന്നാണ് ഞാൻ ഈ സ്വപ്നങ്ങളുടെ പുസ്തകം എന്ന് പറയുന്ന കഥ എഴുതുന്നത്. ഉപയോഗിച്ചിട്ടുള്ളത് അത് ഭാഷ എപ്പോഴും കഥയുടെ തീമിനനുസരിച്ച് ഭാഷ വരുന്ന ഒരു രീതിയാണ് എന്റേത്. എനിക്കറിയാം ഈ പുസ്തകം സ്വപ്നങ്ങളുടെ പുസ്തകം എഴുതുമ്പോഴും അതൊരു പുസ്തകമായിട്ട് സമാഹരിക്കുമ്പോഴും ആ പുസ്തകത്തിലേക്ക് എത്തുക അതിന്റെ മാത്രം വായനക്കാരായിരിക്കും എന്നുള്ളത്. കാരണം പലരും ഈ പുസ്തകം വായിച്ചതിന് ശേഷം പറഞ്ഞൊരു കാര്യം, സ്വപ്നങ്ങളുടെ പുസ്തകം എന്ന കഥ ആദ്യത്തെ കഥയായിട്ട് ചേർക്കേണ്ടിയിരുന്നില്ല, കാരണം അതിനകത്തൊരു ദുരൂഹതയും അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു ചില മനസ്സിലാകായികയും ഒക്കെ പുസ്തകത്തിൽ നിന്ന് ആളുകളെ അകറ്റും എന്നൊരു സംഗതി ആളുകൾ പറയണ്ടായി. പക്ഷെ എനിക്കതിനകത്ത് അന്നും ഇന്നും ഞാൻ ആ കഥ തന്നെയാണ് ആദ്യം ചേർക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നത്. കാരണം ഒരുപാട് ആത്മകഥാപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഒട്ടും മൂർത്തമല്ലാത്ത ഒരാശയമാണ് സ്വപ്നം എന്ന് പറയുന്നത് തന്നെ, ഒട്ടും മൂർത്തമല്ലാത്ത ഒരു ആശയമാണ്. അതിനൊപ്പം തന്നെ അതിനുപയോഗിച്ച ശൈലിയും ഒട്ടും മൂർത്തമാവാത്ത ഒരു ശൈലി കൂടിയാണ്. ബാംഗ്ലൂരാണ് ഞാൻ ഈ കഥയിലെ പശ്ചാത്തലമായിട്ട് ഉപയോഗിച്ചത്. പല കാര്യങ്ങളും ഞാൻ സഞ്ചരിച്ചിട്ടുള്ള കുറെ വഴികളും കുറെ മനുഷ്യരും ഒക്കെ ഇതിനകത്ത് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പുസ്തകം വന്നതിന് ശേഷം 2023 അവസാനമാണ് ഈ പുസ്തകം ആയിട്ട് ഇത് ഇറങ്ങുന്നത്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് എനിക്ക് തുടർച്ചയായിട്ട് കുറെ കത്തുകൾ കിട്ടുകയുണ്ടായി. ജയിലിൽ നിന്ന് നിങ്ങൾക്കറിയാം, ഒരാൾ കത്തെഴുതുന്ന സമയത്ത് അവർക്ക് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റില്ല, അവരുടെ പേര് വെക്കാൻ പറ്റില്ല, ഒരു നമ്പർ മാത്രമാണ് ഉണ്ടാവുക. പിന്നെ ഒരു കത്ത് ജയിലിൽ നിന്ന് അയക്കണമെങ്കിൽ ഒരുപാട് അതിൻ്റെതായിട്ടുള്ള കുറെ ആ കത്തുകൾ മുഴുവൻ സ്വപ്നങ്ങളെ കുറിച്ചാണ് എഴുതിയിരുന്നത്. അത് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന സംഗതി ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ മനുഷ്യരും കാണുന്ന സ്വപ്നങ്ങൾ അതിനെ ചേർത്ത് വെക്കുന്ന ഒരൊറ്റ നൂല്. ഞാൻ ഈ പുസ്തകത്തിലെ 4 കഥകൾ മാത്രം ചേർത്ത് സമാഹരിക്കുമ്പോഴും അതിനകത്ത് ഞാൻ സങ്കല്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ചേർത്തിട്ടാണ് ഞാൻ അതിൽ എല്ലാ കഥകളെയും പൊരുത്തു കെട്ടിയിട്ടുള്ളത്. 1 ഏകാന്തത, 2 സ്വപ്നം. 4 കഥകളും 4 വ്യത്യസ്ത ഭൂമികയിൽ നിന്നുകൊണ്ടുള്ള കഥകളാണ്. ഒന്നാമത്തേത് യാഥാർത്ഥ്യത്തിനും ഉന്മാദത്തിനും ഇടയ്ക്കുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതം പറയുന്നതാണെങ്കിൽ, രണ്ടാമത്തെ കഥ അവിടെ സ്വപ്നം എന്ന് പറയുന്നത് അയാളുടെ പ്രണയവുമായിട്ടും ജീവിതവുമായിട്ടും ബന്ധപ്പെട്ടതാണ് സ്വപ്നമെങ്കിൽ, കല്ല കഷീർ സുഫിയാൻ എന്ന രണ്ടാമത്തെ കഥ അവിടുത്തെ ജനങ്ങളുടെ സമാധാനം എന്ന് പറയുന്നതാണ് അവരുടെ സ്വപ്നം. കൃഷ്ണചുര എന്ന് പറയുന്ന കഥയില് മണ്ണും മനുഷ്യനും കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഈ കഥയില് സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ്
അവരുടെ സ്വപ്നം എന്ന് പറയുന്നത്. ക്രിസാന്ത് ഫെർണാണ്ടസിന് സെറീനയോട് പറയാനുള്ളത് എന്ന കഥയിൽ സ്വത്വം എന്ന് പറയുന്നതാണ് സ്വപ്നമായിട്ട് വരുന്നത്. അങ്ങനെ 4 വ്യത്യസ്ത ഭൂമികകളെ ഏകാന്തതയുടെയും സ്വപ്നത്തിന്റെയും ഇഴപിരിച്ച ഒരൊറ്റ ചരടിൽ കോർത്തു കെട്ടിയ 4 കഥകളാണ് സ്വപ്നങ്ങളുടെ പുസ്തകത്തിലുള്ളത്. രണ്ടാമത്തെ ഞാൻ വളരെയധികം ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ ഒരു സമയം കൂടി പരിഗണിച്ച്. രണ്ടാമത്തെ കഥ എന്ന് പറയുന്ന കല്ല് കഷീർ സൂഫിയാൻ. ഞാൻ അതിന്റെ ഒരു എഴുത്തനുഭവം മാത്രം പറയാം. കഷീർ എന്നത് കശ്മീരിന്റെ പഴയ പേരാണ്, നിങ്ങളുടെ പലർക്കും അറിയുന്നുണ്ടാവും. എൻ്റെ ഒരു വായനക്കാരൻ കൂടിയായിട്ടുള്ള, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ആർമി സുഹൃത്ത് ഒരു ദിവസം എന്നെ കാണാൻ വരികയും അദ്ദേഹവും കൂട്ടരും ചെയ്ത ഒരു ഓപ്പറേഷനെ കുറിച്ച് പറയുകയും ചെയ്യണ്ടായി. വളരെ സ്വാഭാവികമായിട്ടാണ് അവരത് പറഞ്ഞത്. കാരണം ഒരു ആർമിക്കാരനെ സംബന്ധിച്ചിടത്തോളം, അതും അത്തരം ഒരു പ്രത്യേക വിങ്ങിൽ പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തീവ്രമായിട്ടുള്ള ഒരു നമ്മുടെ ഇന്ത്യയെ കാത്തുരക്ഷിക്കുന്ന ആ ഒരു അത്രയധികം അത് വൈകാരികമായിട്ട് അതിനെ കാണുന്ന ഒരു കൂട്ടം ആളുകളെ, അപ്പം അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരാൾ. അപ്പം ആള് പറഞ്ഞ കഥയുടെ അകത്ത് ഒറ്റ കാര്യം മാത്രം, അതായത് ഈ ആർമി ഓപ്പറേഷനിൽ തീരെ പ്രായോഗികമായിട്ടുള്ള പരിശീലനം മറ്റൊന്നും കിട്ടാത്ത കുറച്ച് തീവ്രവാദികളായിട്ടുള്ള ആളുകള് അവര് ഒരു സ്ഥലത്തേക്ക് നുഴഞ്ഞു കയറുന്നു. ഇവര് ഓപ്പറേഷന് വേണ്ടി പോകുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വിഭാഗത്തിന് ചിതറിക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞു. ഇവരുടെ എല്ലാം ശവശരീരങ്ങള് കിട്ടി അത് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഈ കുട്ടികളെല്ലാം ഈ മുതിർന്ന ആളുകളല്ല, ഈ പങ്കെടുത്ത തീവ്രവാദികളായിട്ടുള്ള ആളുകളല്ല, പാകിസ്ഥാനികളാണ്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, 15നും 17നും ഇടയിലൊക്കെ നിൽക്കുന്ന കുട്ടികളാണ്. അപ്പം ആ ഒരു ഘടകം മാത്രം ഇയാൾ ഈ കഥ പറഞ്ഞ് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നാലെ വരെയും കശ്മീർ എന്ന ഭൂമിയെ പറ്റി കൂടുതലായിട്ട് പഠിക്കാനും ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് കല്ല് കഷീർ സുഫിയാൻ എന്ന് പറയുന്ന കഥ വരുന്നത്. ഇതിനകത്ത് സുഫിയാൻ എന്ന് പറയുന്ന കഥാപാത്രം നമ്മളെപ്പോഴും ഗ്ലോറിഫൈ ചെയ്ത് കേൾക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, അവിടുത്തെ തീവ്രവാദികളെ കുറിച്ച്, ഈ ബുർഹാൻ വാനിയെ പോലെയുള്ള ആളുകളെ കുറിച്ച് നമ്മൾ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടാവും. പിന്നെ ആർമിയെ കുറിച്ച്. ഇത് രണ്ടും വളരെയധികം ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള 2 രീതിയിൽ, നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള രീതിയിൽ ഗ്ലോറിഫൈഡ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന 2 വിഭാഗങ്ങളാണ്. ഇതിനിടയ്ക്ക് ജീവിക്കുന്ന സാധാരണ മനുഷ്യർ. പൊതുവെ കശ്മീരികൾ എന്ന് കേട്ടാൽ തന്നെ നമുക്ക് തീവ്രവാദികൾ എന്ന ഒരു സങ്കല്പം പേറുന്ന പല ആളുകളുണ്ട്. ഈ സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെ സ്വപ്നം കാണുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്ന സമാധാനമാണ്. പലപ്പോഴും യാത്രകളിലോ കണ്ടുമുട്ടിയിട്ടുള്ള കശ്മീരികളായ ചെറുപ്പക്കാരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരെല്ലാവരും പങ്കുവെക്കുന്ന ചില കാര്യങ്ങൾ, മിക്കവാറും നമ്മൾ അവരെ കാണുക ബിസിനസ്സും മറ്റും ചെയ്യുന്ന ആളുകളായിട്ടായിരിക്കും. ജോലി കിട്ടാനായിട്ട് വളരെ പ്രയാസമാണ് എന്ന് പറയാറുണ്ട്. വിദ്യാഭ്യാസം വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. അപ്പം അവരുടെ സാധാരണ ജീവിതത്തെ പറ്റി അവർ വെളിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങള് അത് ഈ കഥയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ കഥ കൃഷ്ണചുര. കൃഷ്ണചുര എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള കടും ചുവപ്പ് പൂക്കൾ ഉണ്ടാകുന്ന ഒരു മരമാണ്. ആ ഒരു മരത്തിൽ നിന്നാണ് ആ കഥ ഉണ്ടാകുന്നത്. നമ്മുടെ ചുറ്റും കാണുന്ന ബംഗാളി അല്ലെങ്കിൽ മറ്റ് ദേശത്തൊഴിലാളികളായിട്ടുള്ള ആളുകളോടുള്ള നമ്മുടെ ഒരു സമീപനം, അവർക്കൊരു ഭൂതകാലമുണ്ട്. നമ്മള് എപ്പോഴും അവർ പരിഗണിക്കുന്ന ഒരു രീതിയെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല എങ്ങനെയാണ് എന്നുള്ളത്. നമ്മളൊരു അവര് ബംഗാളി എന്ന് പറയുന്നതിനകത്ത് പോലും നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ടോൺ എന്നൊക്കെ പറയുന്നത് ഒരു വല്ലാത്തൊരു രീതിയിലാണത്. ഇത്തരത്തില് നിരീക്ഷിച്ചിട്ടുള്ള ഇതര ദേശത്തൊഴിലാളികളുടെ ജീവിതം പശ്ചാത്തലമാക്കിയിട്ട് എഴുതിയിട്ടുള്ള കഥയാണ് ഗോഗൻ എന്ന കഥാപാത്രം വരുന്ന കൃഷ്ണചുര എന്ന് പറയുന്ന കഥ. ബംഗാളും കേരളവും ഈ 2 സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ പശ്ചാത്തലങ്ങളും നമ്മുടെ രാഷ്ട്രീയവും ഒക്കെ തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ടെന്നറിയാം. എന്നിരുന്നാലും ഇന്ന് ഇവിടേക്ക് എത്തിച്ചേരുന്ന അതിഥി തൊഴിലാളികളെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നും, അതിനൊപ്പം തന്നെ മണ്ണുമായിട്ടുള്ള അവരുടെ ബന്ധം, മണ്ണ് എങ്ങനെയാണ് ആ മണ്ണിൽ നിന്ന് അടർന്ന് അവര് നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന ഇത്തരം ആളുകളുടെ ഒരു ജീവിതം ആഴത്തിൽ അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ടാണ് കൃഷ്ണചുര എന്ന് പറയുന്ന കഥ എഴുതിയിട്ടുള്ളത്.
അവസാനത്തെ കഥ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഐഡന്റിറ്റി ക്രൈസിസ്, ഐഡന്റിറ്റി കൺഫ്യൂഷൻ എന്നൊക്കെ പറയുന്നത് വളരെയധികം നമ്മളിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഞാൻ തന്നെ അവനവൾ എന്ന പേരുള്ള ഒരു കഥ മാതൃഭൂമി ആഴ്ച പതിപ്പില് അതേ വിഷയം പേർന്ന കഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ ഈ ഒരു കമ്മിങ് ഔട്ട് എന്ന് പറയുന്ന അവസ്ഥയിലൊന്നും എത്തിച്ചേരാത്ത, എന്നാൽ നിലവിലുള്ള ആ സ്വന്തം ഒരു ഐഡന്റിറ്റിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറണം എന്നാഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതായിട്ടുള്ള എന്നാൽ അത് മറച്ചുവെച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരുപാട് മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. ഇത്തരം ആളുകളോട് സംസാരിച്ചതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കഥയാണ് ക്രിസാന്ത് ഫെർണാണ്ടസിന് സെറീനയോട് പറയാനുള്ളത്. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും ആളുകൾ വന്നവരുടെ കഥകൾ പറയാറുണ്ട്, അവരുടെ ജീവിതം പറയാറുണ്ട്. അത് എഴുതി കാണണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. ഒരാൾ കഥ പറയുന്നത് കൊണ്ട് നമുക്കത് എഴുത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചോളണം എന്നില്ല. പക്ഷെ അത് തീവ്രമായ അനുഭവങ്ങള്, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ജീവിതത്തിന്റെ ഒരു വഴിയിലൂടെയാണ് ഇവര് കടന്നു പോകുന്നത്. അതിൽ പല ആളുകളും ജീവിതത്തിൽ ഒരിക്കലും തന്നെ അവരുടെ ഈ ഒരു ഐഡന്റിറ്റി പുറത്ത് കാണിക്കാതെ തന്നെ ജീവിച്ചു മരിച്ചു പോകുന്നവരാണെന്നുള്ളത് ഒരു സത്യമാണ്. അതിന് ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവാം. ഇങ്ങനെ ഒരു കാര്യം വീട്ടിൽ അവതരിപ്പിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്ന രക്ഷിതാക്കളുണ്ട്. ഇത്തരം ആളുകളുള്ള വീടുകളിൽ നിന്ന് വിവാഹബന്ധം പോലും എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇത്തരം ആളുകളുടെ ജീവിതം നമുക്ക് പറഞ്ഞാലും തീരാത്തത്ര ആഴവും പരപ്പും ഉള്ള ജീവിതങ്ങളാണ് ഈ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് അനുഭവിക്കുന്ന, ഐഡന്റിറ്റി കൺഫ്യൂഷൻ അനുഭവിക്കുന്ന ആളുകളുടെ ജീവിതം. അപ്പൊ അത് പുതിയൊരു ജനറേഷനിലെ, നമ്മൾ ഈ ഒരു തലമുറയിലെ ഒരു കുട്ടിയിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയായിരിക്കും എന്നൊരു ചിന്തയിൽ നിന്നുകൂടിയാണ് ക്രിസാന്ത് ഫെർണാണ്ടസിന് സെറീനയോട് പറയാനുള്ളത് എന്നുള്ള കഥയുണ്ടായത്. ഇതിനകത്ത് ക്രിസാന്തിന്റെ സ്വപ്നം എന്ന് പറയുന്നത് സ്വന്തം ഐഡന്റിറ്റി അതങ്ങനെയാണെന്ന് വെളിപ്പെടുത്തി എന്താണോ അയാളായി ജീവിക്കാനുള്ള ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ഇങ്ങനെ 4 കഥകളിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള സ്വപ്നങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരൊറ്റ ചരടാക്കിയിട്ടാണ് 4 കഥകൾ ചേർത്ത സ്വപ്നങ്ങളുടെ പുസ്തകം എന്ന കഥാസമാഹാരം ചെയ്തിട്ടുള്ളത്. വളരെ കൂടുതൽ എനിക്ക് കഥകളെ കുറിച്ച് പറയാനില്ല. ഈ പുസ്തകം തന്നെ നിങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തു എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട്. കാരണം മറ്റു പുസ്തകങ്ങളൊക്കെ പലപ്പോഴും ചർച്ചകൾക്ക് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പൊതുപ്രവണത എന്ന് പറയുന്നത് സ്ത്രീകളായിട്ടുള്ള എഴുത്തുകാരെഴുതുന്ന എല്ലാ കഥകളെയും സ്ത്രീപക്ഷം അങ്ങനെ കാണാനാണ് പൊതുവെ സമൂഹം താല്പര്യപ്പെടുന്നത്. ഈ ഒരു പുസ്തകത്തിനകത്ത് ഒരു കഥ പോലും നമുക്ക് സ്ത്രീപക്ഷം എന്ന് പറയാവുന്ന, സ്ത്രീപക്ഷം മോശമാണെന്നോ അല്ലെങ്കിൽ എന്റെ കഥകൾ അങ്ങനെയല്ല എന്നൊന്നും അല്ല ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പൊതുവെ സ്ത്രീകൾ എഴുതുന്ന കാര്യങ്ങളിൽ രാഷ്ട്രീയം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എന്നുള്ള ഒരു സംഗതി വളരെയധികം സത്യമാണ്. ഞാൻ ഈ 4 കഥകളിനകത്തും പ്രത്യേക പക്ഷങ്ങൾ വെച്ചിട്ടല്ല കഥകൾ എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ പ്രത്യേക പക്ഷത്തെ പ്രതിദാനം ചെയ്യുന്നതിന് പകരം മനുഷ്യൻ എന്ന പക്ഷത്തെ പ്രതിദാനം ചെയ്യുന്ന 4 കഥകളായിട്ടാണ് ഞാൻ ഇവയെ കാണുന്നത്. പലപ്പോഴും അതിപ്പം സാഹിത്യോത്സവങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് വേദികളിലാണെങ്കിലും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട എഴുത്തുകൾ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് സ്ത്രീപക്ഷം, പെണ്ണെഴുത്ത് എന്നിങ്ങനെയുള്ള കുറച്ച് സംജ്ഞകൾ കൊടുത്തുകൊണ്ട് അതിനെ അവതരിപ്പിക്കാനാണ് താല്പര്യം കാണിക്കാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു 4 കഥകളെ മറ്റൊരു രീതിയിൽ വായിച്ചു എന്നതിനകത്ത് പുസ്തകം നിരൂപണം ചെയ്ത കലാവതിയോടും മറ്റുള്ളവരോടും തീർച്ചയായിട്ടും സ്നേഹം അറിയിക്കുകയാണ്. ഈ ഒരു പുസ്തകം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കഥകളിലെ രാഷ്ട്രീയം, ആ കഥകളിലെ മാനവികത എന്ന ഒരു തലത്തിൽ വായിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വായനക്കാർ ആ പുസ്തകത്തിൽ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ആ പുസ്തകത്തെ തേടി വരുന്ന അല്ലെങ്കിൽ ആ പുസ്തകത്തിന്റെ വിഷയങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ആ പുസ്തകം വായിക്കാനും ആ പുസ്തകത്തിലേക്ക് എത്താനും സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇതിനകത്തേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് നമ്മുടെ പുസ്തകങ്ങളോടെല്ലാം നമുക്ക് സ്നേഹമായിരിക്കും, പക്ഷെ നമുക്ക് തന്നെ പ്രത്യേകമായിട്ട് ചില ഇഷ്ടങ്ങൾ സൂക്ഷിക്കുന്ന ചില കഥകളും കഥാസമാഹാരങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് സ്വപ്നങ്ങളുടെ പുസ്തകവും അങ്ങനെ ഒരു എനിക്ക് പ്രിയം തോന്നിയിട്ടുള്ള ഒരു സമാഹാരമാണ്. അതുകൊണ്ട് ഈ ഒരു
പുസ്തകം തന്നെ നിങ്ങൾ ചർച്ചയ്ക്ക് തിരഞ്ഞെടുത്തതിന്റെ കാരണം എനിക്കറിയില്ല. എന്തായാലും അത് ചർച്ചയ്ക്ക് തിരഞ്ഞെടുത്തു എന്നുള്ളതിനകത്ത് വളരെയധികം സന്തോഷമുണ്ട്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു അവസരത്തിന് എനിക്കൊപ്പം ചേർന്നതിന് സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു മിസ്. അടുത്തതായി ചർച്ചയ്ക്കുള്ള സമയമാണ്. എല്ലാവരെയും ചർച്ചയിലേക്ക് ക്ഷണിക്കുകയാണ്. ഷൈന മിസ്സേ, ഈ കഥകളെ കുറിച്ച് കഥാകാരി തന്നെ പറഞ്ഞ് ഞങ്ങളെ അവബോധം ഉണ്ടാക്കിയതിന് ഒത്തിരി നന്ദി. എനിക്ക് സന്തോഷം തോന്നിയത് ഒരു എഴുത്തുകാരി പറയുകയാണ് ഇത് സ്ത്രീപക്ഷ വായനയ്ക്കുള്ള കഥകളല്ല എന്ന് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം. മറിച്ച് ഏകാന്തതയും സ്വപ്നവും കൂട്ടിച്ചേർന്ന ഒരു കഥയെഴുത്ത്, അതിൽ മൊത്തത്തിൽ ആഗ്രഹിക്കുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ ഒരു ചിന്തകളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു അവസ്ഥയെക്കുറിച്ചാണ് കഥകൾ എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നു. വായിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഈ കഥകളെ നിരൂപണത്തിലും കഥാകാരി പറഞ്ഞതിനകത്തൊന്നും അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു. എനിക്ക് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത് എഴുത്തിലേക്ക് തിരിയാൻ ഷാഹിന മാഡത്തിനെ പ്രേരിപ്പിച്ചത് എന്താണ്? അത് ചുറ്റുവട്ടം നമ്മൾ കാണുന്ന അനീതികളിൽ നിന്നുള്ള ഒരു പ്രേരണയാണോ, അതോ എന്താണ് അതിന്റെ ഒരു പ്രേരക ശക്തി എന്ന് പറഞ്ഞാൽ കൊള്ളാം. താങ്ക് യു. എന്റെ എഴുത്ത് തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്കൂൾ കാലഘട്ടത്തിലൊക്കെയാണ്. ആ സമയം നമ്മൾ ഈ രീതിയിലൊന്നും ചുറ്റുപാടിനെ കണ്ടിട്ടില്ല. പക്ഷെ വളരെയധികം സൂക്ഷ്മമായിട്ട് ചുറ്റുപാടിനെ നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവം അന്നും ഇന്നും ഉണ്ട്. അതിന്റെ ഭാഗമായി ഒരു കുറെ കാര്യങ്ങള് നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനൊപ്പം തന്നെ വായന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെ വായിച്ച് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എല്ലാ എഴുത്തുകാരുടെ കാര്യത്തിലും വായിച്ച് വായനയുടെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ എഴുത്തിന്റെ കടലിലേക്ക് ചെന്ന് ചേരുന്നത് എന്നുള്ളതാണ്. അത് എപ്പോഴെത്തിച്ചേരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അങ്ങനെ ആയിത്തീരുമെന്നോ അല്ലെങ്കിൽ എഴുതണമെന്ന് ആഗ്രഹിച്ചിട്ടോ അങ്ങനെ ആയിരിക്കണമെന്നില്ല. നമ്മളത് വളരെ സ്വാഭാവികമായിട്ട് എത്തിച്ചേരുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു സമയത്ത് മനുഷ്യനും മനുഷ്യന്റെ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കഥകളായിരുന്നു ചെയ്തിരുന്നത്. വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള കഥകൾ, അല്ലെങ്കിൽ നെഗറ്റീവ് സ്വഭാവമുള്ള കഥകൾ എന്ന് പറയാം. മനുഷ്യരുടെ വേദന, മനുഷ്യരുമായി ബന്ധപ്പെട്ട തീവ്രമായിട്ടുള്ള വൈകാരികതയൊക്കെ ആയിരുന്ന ഒരു സമയത്ത് വിഷയമെങ്കിൽ കുറെ കൂടെ നമ്മൾ മുതിരുകയും കുറെ കൂടെ ലോകത്തെ കാണുകയും കുറെ കൂടെ വായനയ്ക്ക് ആഴവും പരപ്പും വരെയും നിരീക്ഷണങ്ങൾക്ക് ആഴമുണ്ടാവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കഥയുടെ സ്വഭാവം മാറി വരും. നമ്മുടെ പ്രായവും നമ്മുടെ അനുഭവവും മാറുന്നതിനനുസരിച്ച് കഥയുടെ സ്വഭാവം മാറുന്നതാണ്. ഇപ്പം സ്ത്രീപക്ഷ രചന ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് സ്വാഭാവികമായിട്ടും ഈ പക്ഷങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് പാർശ്വവൽക്കരണവും പക്ഷങ്ങളും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. അപ്പം നമ്മൾ ദളിത് സാഹിത്യം എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ബ്ലാക്ക് ലിറ്ററേച്ചർ എന്ന് പറയുന്ന പോലെ, ഇതൊക്കെ അല്ലെങ്കിൽ സ്ത്രീപക്ഷ രചനകൾ എന്ന് തന്നെ പറയുന്നത് പോലെ ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായി എന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. കാരണം അവർക്ക് പറയാനുള്ള ഒരു വഴിയായിട്ട് തന്നെയാണ് ഈ സാഹിത്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് കാലം വളരെയധികം മാറിയിട്ടുണ്ട്. സ്ത്രീകളുടെ ജീവിതം വളരെയധികം മാറിയിട്ടുണ്ട്. സ്ത്രീകൾ എഴുതുന്ന വിഷയങ്ങളെ ഇപ്പം സാറ ജോസഫ് എഴുതിയ ആ കാലത്ത് എഴുതിയിരുന്ന കഥ പോലെ ഇപ്പൊ ആ ഒരു അവസ്ഥയിലുള്ള കഥകളല്ല ഇപ്പോ അനുഭവങ്ങളും ചുറ്റുലോകവും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ആ കാലത്തിൻ്റെതായിട്ടുള്ള എല്ലാ അവസ്ഥകളും സ്ത്രീകളായിട്ടുള്ള എഴുത്തുകാരുടെ രചനയിൽ കൃത്യമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. പാൻ ഇന്ത്യൻ കൃതികൾ വരുന്നുണ്ട്, കൃത്യമായ രാഷ്ട്രീയമുള്ള കൃതികൾ വരുന്നുണ്ട്. അതുപോലെ മറ്റെല്ലാ തലത്തിലും അതിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും നമ്മളെപ്പോഴും ഈ പറയുന്ന സമയത്ത് സ്ത്രീപക്ഷ രചനകൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്ന രൂപത്തിൽ, സ്ത്രീകളുടെ മാത്രം പ്രശ്നങ്ങൾ എന്ന രൂപത്തിൽ അത് അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാനതിനെ നിഷേധിക്കുകയല്ല. പക്ഷെ അതിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കേണ്ട ഒരു കാലമായിട്ടുണ്ട് എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ആതരം ജീവിതങ്ങളിൽ നമ്മൾ പുറത്ത് കടന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സ്ത്രീകളുടെ അവസ്ഥ വളരെയധികം മെച്ചപ്പെട്ടു എന്നല്ല പറയണത്. പക്ഷെ സ്ത്രീകളുടെ
ഇപ്പോഴും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു 15 കൊല്ലം മുമ്പോ അല്ലെങ്കിൽ 20, 25, 30 കൊല്ലം മുമ്പ് അനുഭവിച്ച തരത്തിലുള്ള പ്രശ്നങ്ങളല്ല ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും കഥകളിലും ആ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ എന്റെ കഥകളും പല കാലങ്ങളിലൂടെയും പല അനുഭവങ്ങളിലൂടെയും കടന്നു പോന്നിട്ട് തന്നെയാണ് ഇപ്പം എഴുതുന്ന ഈ രൂപത്തിലുള്ള കഥകളിലേക്ക് വന്നിട്ടുള്ളത്. സന്തോഷം. ഈ ഏറ്റവും സന്തോഷം തോന്നിയത് ഈ സ്വപ്നങ്ങളെ കുറിച്ചൊരു ഡയറി സൂക്ഷിച്ചിരുന്നു ചെറുപ്പം മുതലേ. സ്വപ്നങ്ങളില്ലാതെ എന്തൊരു ജീവിതം അല്ലേ? അതെ, ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹലോ മാം, ഞാൻ കോളേജിലെ ഹീര ടീച്ചറാണ്. ഇപ്പോൾ ഒരുപാട് സന്തോഷം മാമിൻ്റെ അനുഭവങ്ങളൊക്കെ കേൾക്കാൻ സാധിച്ചാൽ. എനിക്കൊരു ജനറൽ ഒരു ചോദ്യമാണ്. മാം ഒരു അധ്യാപികയാണ്. ഇപ്പോൾ ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, ട്രാൻസ്ലേറ്റർ, കവി, ഇങ്ങനെ ബഹുമുഖ പ്രതിഭ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഇതെല്ലാത്തിലും ഒരേപോലെ എങ്ങനെ മാമിന് ഒരേ സമയം കൊണ്ടുപോകാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ ചെറുകഥകളോട് കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ബാലസാഹിത്യത്തിനോട് കൂടുതൽ ഇഷ്ടം, അതിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ ഏത് വിഭാഗത്തിലായിരിക്കും മാം കൂടുതൽ പരിഗണന കൊടുക്കുക, പ്രയോറിറ്റി കൊടുക്കുക എന്ന് അറിഞ്ഞാൽ കൊള്ളാം. മാത്രമല്ല ഇതെല്ലാം കൂടി എങ്ങനെ ചേർത്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു? അധ്യാപനവും അതിനോടൊപ്പം പോകുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ബുദ്ധിമുട്ടുള്ളൊരു പ്രക്രിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എങ്ങനെയാ അത് സാധ്യമാകുന്നതെന്നൊന്ന് വിവരിച്ചാൽ കൊള്ളായിരുന്നു. ഹീര മാം, സത്യത്തില് ചിത്രകാരി അല്ലെങ്കിൽ കവി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ എന്നെ വിളിക്കുന്ന കാര്യം തോറ്റ ചിത്രകാരി, അതുപോലെ തോറ്റ കവി എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് ഒരു ജന്മങ്ങൾ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്കൂൾ കാലത്തും അതിനുശേഷമുള്ള കുറച്ചു കാലമൊക്കെ ഞാൻ എന്റെ മേഖല ഒരു പക്ഷേ പെയിന്റിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രത്യേക ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ ആഗ്രഹം അങ്ങനെയായിരുന്നു. പിന്നെ അത് കവിതയിലേക്ക് വന്നു. ഒറ്റ കവിതാ പുസ്തകം, അതെനിക്ക് ഡയറി, ഞാൻ എഴുതുന്ന ഡയറിയൊക്കെ ഞാൻ കവിതാ രൂപത്തിലാണ് എഴുതാറുള്ളത്. അതെന്തുകൊണ്ടോ ആദ്യം മുതലേ അങ്ങനെയാണ്. അപ്പൊ അത് സുഹൃത്തുക്കളുടെയൊക്കെ നിർബന്ധപ്രകാരം, ശരിക്കും പറഞ്ഞാൽ വൈയക്തിക കവിതകളാണ് അത് കൂടുതലെന്ന് തോന്നുന്നത്. അപ്പൊ അത് അവരുടെ ഒരു നിർബന്ധപ്രകാരം പുസ്തകമാക്കി എന്നേ ഉള്ളൂ. പക്ഷെ എഴുത്തുകാരി അഷിത ചേച്ചിയുമായിട്ട് ഞാൻ വളരെയധികം ഗാഠമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അഷിത ചേച്ചിയെ സംബന്ധിച്ച് ഞാനൊരു പെയിന്റർ ആവണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷെ എനിക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് വിട്ടുപോകണം എന്നായിരുന്നു. എനിക്കറിയാം കുറച്ച് കഴിഞ്ഞ സമയത്ത് എനിക്കത് എന്റെ ഭൂമികയല്ല എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. കവിതയും എന്റേതല്ല എന്ന് മനസ്സിലായി. അപ്പൊ അത് ഓരോ ജന്മം പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. ഞാൻ ചിത്രകാരിയുടെ ജന്മം കഴിഞ്ഞുപോയി, തോറ്റ ചിത്രകാരിയുടെ ജന്മം കഴിഞ്ഞുപോയി, തോറ്റ കവിയുടെ ജന്മം കഴിഞ്ഞുപോയി. പക്ഷെ ഞാൻ ഏറ്റവും അധികം സ്വാസ്ഥ്യം അനുഭവിക്കുന്നത് കഥയിൽ തന്നെയാണ്. അപ്പൊ നോവൽ എഴുതുന്നതിനെ പറ്റി പലരും പറയാറുണ്ട്. നോവലറ്റ് ചെയ്യുമ്പോഴും ആ ഒരു, എനിക്ക് കുറച്ചും കൂടെ വലിയൊരു ക്യാൻവാസ് ആണ്. പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി വിശദമായിട്ട് പറയാൻ പറ്റും. നോവലറ്റ് എഴുതുമ്പോഴും ആ ഒരു സന്തോഷം ഉണ്ടാവാറുണ്ട്. അതിനപ്പുറത്തേക്ക് നോവലിലേക്ക് കടക്കണോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഒരു പക്ഷേ അങ്ങനെ പറയേണ്ട ഒരു വിഷയം വരുന്ന സമയത്ത് കുറെ കൂടി നീണ്ട രൂപത്തിൽ അത് കഥയ്ക്ക് പുറത്തു പോയി ഒരു നോവലിലേക്ക് എത്തിച്ചേരും. പക്ഷെ എന്നെ കൊണ്ട് ഞാൻ ഒരു നോവൽ എഴുതിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല, എന്തായാലും ഇതുവരെ ശ്രമിച്ചിട്ടില്ല. പിന്നെ ഇത് ഒന്നിച്ചു കൊണ്ടുപോകാന്ന് പറയുന്നത് ശരിക്കും പറയുന്നത് വളരെയധികം, ഒന്നാമത് അധ്യാപനത്തിന്റെ ഒരു അവസ്ഥ നമുക്ക് കുറച്ച് പ്രയാസകരമായിട്ടൊരു അവസ്ഥയാണല്ലോ തീർച്ചയായിട്ടും. അപ്പം ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്, തിരിച്ച് നമ്മുടെ ജോലിക്ക് വേണ്ടിയുള്ള വീടും ജോലിക്ക് പ്രദേശത്തുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഒരു ദിവസം ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ മാറ്റിവെക്കാറുണ്ട്. ഒരു ദിവസം ഒരു 2 പുസ്തകം അല്ലെങ്കിൽ 3 പുസ്തകം ഒരുമിച്ച് വായിക്കുന്ന ഒരു ശീലമാണ് എനിക്കുള്ളത്. കുറച്ച് ഭാരിച്ച പുസ്തകമാണെങ്കിൽ ഞാൻ വെളുപ്പിന് വായിക്കും. തിരിച്ച് ജോലി സമയത്തൊക്കെ നമുക്ക് ഇടയ്ക്കൊന്ന് വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ കുറച്ചും കൂടെ ഒരു ലളിതമായിട്ടുള്ള ഫിക്ഷൻ കയ്യിലുണ്ടാവും. രാത്രി വന്നതിന് ശേഷം രാവിലെ വായിച്ച അതേ പുസ്തകം വായിക്കും, അല്ലെങ്കിൽ മറ്റൊരു പുസ്തകം വായിക്കും. ഇത് മൂന്നിനും ഇട ചേർക്കാതെ എനിക്ക് വായിച്ചു കൊണ്ടുപോകാൻ പറ്റാറുണ്ട്. 2 പുസ്തകങ്ങൾ എന്തായാലും ഞാൻ ഒരേ സമയം ഒരുമിച്ച് വായിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വായന മുടങ്ങി കഴിഞ്ഞാൽ വളരെയധികം മാനസികമായിട്ട് സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. എഴുത്ത് സംഭവിക്കും, അത് എങ്ങനെയാണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും സംഭവിക്കുന്ന ഒരു വിശ്വാസം. എഴുത്ത് മുടങ്ങിയിട്ടുള്ള കാലമുണ്ട്, റൈറ്റേഴ്സ് ബ്ലോക്കിന്റെ കാലഘട്ടം കടന്നു പോയിട്ടുണ്ട്. പക്ഷെ എഴുത്ത് വന്നുകൊള്ളും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷെ വായന ഒരു വലിയൊരു പ്രശ്നമായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു സർക്കസ് ആണ്. പിന്നെ
ഞാനൊരു സിംഗിൾ പേഴ്സൺ ആണ്. അതായത് ഞാൻ തന്നെ ആലോചിച്ച് തീരുമാനിച്ച ഒരു സംഗതിയാണ് അത്. കാരണം എനിക്കത് അതിൽ കൂടുതൽ എനിക്ക് ഈ കാര്യങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് വളരെയധികം ഉറപ്പാണ്. ഒരു സിംഗിൾ പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ആ രീതിയിൽ എനിക്ക് കുറച്ചും കൂടെ എന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കുറച്ചും കൂടി സമയമുണ്ട് എന്ന് പറയാം. ഒരുപാട് നന്ദി മാം. എന്തായാലും ഇതൊരു പ്രചോദനമാണ് കുട്ടികൾക്ക്. വായന എന്നുള്ള ഒരു കോൺസെപ്റ്റ് വായിക്കാൻ സമയമില്ല എന്ന് പറയുന്ന ഒരു ലോകമാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റുള്ളത്. അപ്പൊ അതിലിങ്ങനെ സമയം കണ്ടെത്തുന്നു ഓട്ടത്തിനിടയിലും. ഒരുപാട് നന്ദി മാം. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. ഞാൻ ഷാഹിന ടീച്ചറുടെ ഈ പുസ്തകം തിരഞ്ഞെടുത്തപ്പോൾ ഷാഹിന ടീച്ചറെ ഇതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഇതിലേക്കൊന്ന് ബന്ധപ്പെടുത്തുക ആലോചിച്ച് ഈ ജീവചരിത്ര കുറിപ്പുകളൊക്കെ ഒന്ന് വായിച്ചപ്പോഴാണ് ഇരുമ്പുഴി സ്കൂളിലാണ് മിസ് വർക്ക് ചെയ്യണമെന്ന് വായിക്കാൻ പറ്റിയത്. ഇരുമ്പുഴി എന്ന വാക്ക് കേൾക്കുമ്പോൾ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ഡോക്ടർ പ്രമോദ് ഇരുമ്പുഴിയുടെ പേരാണ് മനസ്സിലേക്ക് വന്നത്. അപ്പോൾ തന്നെ ഞാൻ പ്രമോദിനായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ പ്രമോദ് വഴിയാണ് പിന്നെ ടീച്ചറെ ഒന്ന് കണക്ട് ചെയ്ത് കിട്ടിയത്. പിന്നെ ഞാൻ മാതൃഭൂമിയിലെ സുനില് വഴിയും എനിക്കത് ആദ്യം നമ്പർ കിട്ടിയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമില് ഗ്രന്ഥകാരനും അതുപോലെ നാട്ടുവൈദ്യത്തിലൊക്കെ ധാരാളം ഗവേഷണങ്ങളും ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുള്ള പ്രമോദ് പങ്കെടുക്കുന്നുണ്ട്. പ്രമോദ് മാഷ് ഒന്ന് സംസാരിക്കാൻ ക്ഷണിക്കുകയാണ്. നമസ്കാരം, ഞാൻ പ്രമോദ്, മഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളത്തിൻ്റെ അധ്യാപകനാണ്. പിന്നെ പക്ഷെ എന്നെ പരിചയപ്പെടുത്തുന്ന സമയത്ത് തന്നെ SNM മുത്തംകുളം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. കൃഷ്ണകുമാർ മാഷ് വന്ന ആദ്യത്തെ വർഷം 1999 92-99 വർഷത്തിലാണ് എൻ്റെ BEd അവിടെ നടന്നത്. അതിനുശേഷം ഇതുവരെയുള്ള കാലത്ത് നിരന്തരം നമ്മൾ പ്രചോദനാത്മകമായിട്ടും നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന രീതിയിൽ മാഷ് എന്നും നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിരിക്കണം ഈ മലയാണ്മ എന്ന് പറഞ്ഞ കൂട്ടായ്മ തന്നെ ഉണ്ടാവുന്നത്. കാരണം ആദ്യത്തെ ബാച്ചായ ഞങ്ങളും ഏറ്റവും പുതിയ ബാച്ചിൽപ്പെട്ട കുട്ടികളെല്ലാം ഉൾപ്പെടുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. വല്ലാത്തൊരു കോൺസെപ്റ്റാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചില യാത്രകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അതിൽ 1-2 യാത്രകളിലൊക്കെ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കുന്ന മാഷും അതുപോലെ അവിടെ പഠിച്ച കാലഘട്ടമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. പിന്നെ പൊതുവെ കവിതകൾ നമ്മൾ വായിക്കേണ്ടത് തന്നെയാണ് അധ്യാപകർ. പക്ഷെ എങ്കിൽ പോലും വൈജ്ഞാനിക മേഖലയാണ് ഞാൻ കൂടുതലായിട്ട് അങ്ങനെ വായിക്കാറ്. അത്തരം വായനയാണ് കൂടുതൽ. എഴുത്തും മറ്റു മേഖലയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ മാഷ് പറഞ്ഞ പോലെ വൈദ്യ സംഭവങ്ങളും PhD ആ വിഷയം തന്നെയാണ്. ഇടയ്ക്ക് കഥകളും മറ്റൊക്കെ വായിക്കാറുണ്ട്. എന്നാലും കൂടുതൽ വായന അങ്ങനെയാണ്. പിന്നെ ഈ പറയുന്ന ചർച്ച ചെയ്യുന്ന പുസ്തകം വായിക്കാത്തത് കൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. ചർച്ചയിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഷൈന ടീച്ചർ സംസാരിക്കുന്ന സമയത്താണ് ചർച്ചയിൽ വന്നത്. ടീച്ചർ വളരെ നല്ല രസമായിട്ട് തൻ്റെ കഥ അനുഭവങ്ങളും മറ്റുമൊക്കെ അവതരിപ്പിക്കുകയുണ്ടായി. പൊതുവെ സമയത്തിന് മാനേജ് ചെയ്യുന്ന കാര്യം ടീച്ചർ പറഞ്ഞത് ഏതൊരാൾക്കും നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. പലരും ജീവിതത്തിന്റെ മറ്റു തിരക്കുകൾക്കിടയിൽ വായനയും എഴുത്തും ഒക്കെ കുറെ കാലം മുമ്പ് എഴുതിയ അനുഭവങ്ങളും കുറെ കാലം മുമ്പ് വായിച്ചിരുന്ന അനുഭവങ്ങളുമാണ് അധികം പേർക്കും പറയാനുണ്ടായിരിക്കാം. പക്ഷെ അതിന് വ്യത്യാസമായിട്ട് ടീച്ചർ നിരന്തരം വായിക്കുകയും നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു പ്രചോദനമാണ്. പൊതുവെ എന്നിലും ആ ശീലമുണ്ട്. വേറൊരാളെ ഇപ്പൊ ടീച്ചറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കുറവായിരിക്കും. എങ്കിൽ പോലും നിരന്തരം വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ സുഹൃത്തുക്കളും മറ്റു പല ആളുകളൊക്കെ സംസാരിക്കും, പ്രത്യേകിച്ച് സ്റ്റാഫ് റൂമിലൊക്കെ നമ്മൾ മറ്റ് അധ്യാപകരുമായി സംസാരിക്കുന്ന സമയത്തൊക്കെ പലരുടെ അനുഭവങ്ങളും പുതിയ കാലത്തുള്ള വായനയുടെ വളരെ കുറവും അനുഭവിക്കുന്നുണ്ട്. അതിന് വ്യത്യാസമായിട്ട് നമ്മുടെ ഇപ്പൊ ഇതിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റ് എല്ലാവർക്കും പ്രചോദനാത്മകമായ രീതിയിലാണ് നിരന്തരം വായിക്കുക, ആ വായന തൻ്റെ ജീവിതത്തിന്റെ ഊർജമാണെന്ന് പറയുന്ന അനുഭവങ്ങൾ പങ്കുവച്ചതിൽ
എന്തായാലും ഇതില് ഈ ചർച്ചയിൽ എല്ലാ വ്യാഴാഴ്ച ഇങ്ങനത്തെ ലിങ്കുകൾ വരാറുണ്ട്, പക്ഷെ പലതിലും പങ്കെടുക്കാൻ സാധിക്കാറില്ല. ഇതിൽ പങ്കെടുക്കണമെന്ന് ആദ്യം വിചാരിച്ചിരുന്നു, പക്ഷെ ചില എൻഗേജ്മെന്റോട് കുറച്ച് വൈകിപ്പോയി. എന്തായാലും പങ്കെടുക്കാനും ഇത്തരം ഒരു അഭിപ്രായം പറയാനും സാധിച്ചതിൽ വളരെ സന്തോഷം. ഇനിയും ഇങ്ങനെയുള്ള ചർച്ചകൾ ധാരാളം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നമസ്കാരം. ഞാൻ സരിത ടീച്ചറാണ്, ബി.എഡ് കോളേജിലെ ടീച്ചറാണ്. ഷാഹിന ടീച്ചറെ കണ്ടതിൽ ഭയങ്കര സന്തോഷം. കാരണം ടീച്ചറുടെ ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ മറ്റൊരു പുസ്തകം നീലത്തീവണ്ടി ഈ അടുത്ത് ഞാൻ വായിച്ചു. കൃഷ്ണകുമാർ സാർ എനിക്ക് സമ്മാനമായിട്ട് തന്നതാണ്. അപ്പോൾ ആ ബുക്ക് എൻ്റെ കയ്യിൽ കുറേ നാൾ ഇരുന്നെങ്കിലും ഞാനിപ്പോൾ അടുത്തത് വായിച്ചത്. പക്ഷെ അതിലുള്ള 3 കഥകളും അത് വായിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ സിറ്റുവേഷൻസ്, ആ കഥാപാത്രങ്ങളെ. അതില് ഇതില് എവിടേക്കും ഞാനില്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്കതില് ഞാൻ സാറിനോട് പറയുണ്ടായി, ഇങ്ങനെ ഷാഹിന ടീച്ചറുടെ ഈ ബുക്ക് വായിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാണ്. അപ്പൊ പറഞ്ഞു ടീച്ചർ വരുന്നുണ്ട് അടുത്ത ആഴ്ച നമ്മുടെ ഒരു പ്രോഗ്രാമിൽ എന്ന് പറഞ്ഞു സാറ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഞാനിങ്ങനെ അതിലെ 3 കഥയില് 3 സ്ത്രീ കഥാപാത്രങ്ങള്, സൈരയുടെ കഥ വായിച്ചപ്പോ ഞാനൊക്കെ ഒരു ജെൻ എക്സ് ജനറേഷനാണ്. അപ്പോ അന്ന് കാലത്ത് എനിക്ക് പറയാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ അതിൽ സൈര പറയുന്നുണ്ട്. വിവാഹം ആലോചിച്ച് വന്ന പയ്യനോട് പറയുന്ന കുറെ കാര്യങ്ങൾ. പക്ഷെ അന്നൊന്നും പറയാൻ ധൈര്യം ഉണ്ടായില്ല. ഈ നോവൽ നേരത്തെ വായിച്ചിരുന്നെങ്കിൽ ഞാനും പറഞ്ഞേനെ അങ്ങനെയൊക്കെ. അതായത് ആ ഒരു പഠിക്കണമെന്നും ജോലി ചെയ്യണമെന്നും അതൊക്കെ നിർബന്ധമായിട്ട് കണ്ടീഷൻ വെച്ചതോടുകൂടി ആ പയ്യൻ കല്യാണം കഴിക്കാതെ പോകുന്ന ഒരു സീനുണ്ട്. അപ്പൊ ഞാനും ആലോചിച്ചു, അന്ന് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിപ്പോ എത്ര സ്വതന്ത്രമായിട്ട് വേറൊരു ലോകത്ത് ജീവിക്കായിരുന്നു തോന്നി. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ എൻ്റെ മോളോട് പങ്കുവെച്ചപ്പോ അവള് ഒരു ജെൻസി ജനറേഷൻ ആണ്. അവള് ഇതിനേക്കാൾ അപ്പുറം സംസാരിക്കുന്ന ആളാണ് ഈ ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ട്. അപ്പൊ അവളും ആ ഭാഗങ്ങൾ പ്രത്യേകം ഞാൻ ആ ഭാഗം ഇങ്ങനെ എടുത്തു വെച്ച് അവൾക്ക് വായിച്ചു കൊടുത്തപ്പോ അവള് പറഞ്ഞു, ഇത് വളരെയധികം അവൾക്കും ഇഷ്ടപ്പെട്ടു. അതായത് ഏത് ജനറേഷനിലെ ആളുകളുടെയും മനസ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് അതിൽ സൈരയുടെ കഥാപാത്രം. അപ്പൊ ആ വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് അടുത്ത കഥയിൽ മുത്തുലക്ഷ്മി കുറേയും കൂടെ ഒരു എംപവേർഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ട് അവിടെ വരുന്നു. അപ്പോ സ്ത്രീ അങ്ങനെ എല്ലാ സ്ത്രീകളും ഒരുപോലെ ഇങ്ങനെ വിഷമിക്കുന്നവരല്ല, സ്വന്തം കഴിവില് ഒരു വിശ്വാസമുള്ളവരാണെന്ന് ആ കഥ വായിച്ചപ്പോ എനിക്ക് തോന്നി. അത് കഴിഞ്ഞപ്പോ അടുത്ത നീലത്തീവണ്ടിയിൽ എത്തിയപ്പോ അവിടെ നമ്മുടെ ടീച്ചർ ശ്യാമള ടീച്ചർ ആ യാത്ര ചെയ്തത് അതൊക്കെ ആലോചിച്ചപ്പോ എവിടേക്കോ ഒരു പ്രതീക്ഷയുടെ നമ്പുകൾ. ആ 3 കഥയിലെ 3 കഥാപാത്രങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ സാറിനോട് പറയുന്നു, അപ്പൊ ആ പുസ്തകം ഒരു അവതരിപ്പിക്കണം എന്നൊക്കെ സാർ അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് ടീച്ചറിന്റെ ഈ സ്വപ്നങ്ങളുടെ പുസ്തകം ഇവിടെ അവതരിപ്പിച്ചത്. അപ്പോ ടീച്ചറെ നേരിട്ട് കാണാൻ ഇങ്ങനെ ഓൺലൈനിലായിട്ടാണെങ്കിൽ ഇങ്ങനെ കാണാനും സംസാരിക്കാനൊക്കെ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. അപ്പൊ ടീച്ചറിന്റെ എല്ലാ കഥാപാത്രങ്ങളും ആരുടെയൊക്കെയോ ജീവിതമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അതിനകത്തൊക്കെ എവിടെയോ ഒരു ജീവിതം ഉണ്ട്. അപ്പൊ ആ സന്തോഷം ടീച്ചറോട് നേരിട്ട് പറയാനൊരു അവസരം കിട്ടിയത് ഞാനിപ്പോ ഇവിടെ ഉപയോഗിക്കുകയാണ്. ഇനിയും കുറെ വായിക്കണം എന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ടീച്ചറിന്റെ എഴുത്ത്. വായിച്ചിരിക്കാൻ തോന്നുന്നു. അത് മുഴുവൻ ഒറ്റയടിക്ക് ഞാൻ മുഴുവിപ്പിച്ചു ആ ബുക്ക്. അതും ആ ഒരു എഴുത്തിന്റെ ഒരു ശൈലി കാരണമാണ്. അപ്പൊ വളരെ സന്തോഷം കാണാനും പരിചയപ്പെടാനും പറ്റിയതിൽ. താങ്ക് യു സോ മച്ച് മിസ്. ടീച്ചർ മ്യൂട്ടാണ്. വളരെ സന്തോഷം. നമുക്ക് എപ്പോഴെങ്കിലും നേരിട്ട് കാണാം. ടീച്ചർ പെരിന്തൽമണ്ണയിലാണ് അല്ലേ വീട്? ഹോസ്പിറ്റൽ റോഡ് എന്ന് വെച്ചാൽ MES അവിടെയാണോ? ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഓക്കെ ശരി. ഷാഹിന ടീച്ചറെ, സരിത മിസ് ഒരു ഗവേഷക വിദ്യാർത്ഥിയായിരുന്നു കുറച്ചു കാലം വരെ. ഇപ്പൊ അടുത്താണ് PhD കിട്ടിയത്. സർഗാത്മകത എങ്ങനെ ക്ലാസ് മുറികളിൽ ഉപയോഗിക്കാം എന്നൊരു വിഷയത്തിലാണ്. ആർട്ട് എങ്ങനെ സയൻസ് എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കാം. ടീച്ചർ ഗംഭീരമായിട്ട് പാടും. ആ പാട്ട് പാടുന്നതും അത്തരം കലാ രീതികൾ എങ്ങനെ ശാസ്ത്ര പഠനത്തിലേക്ക് ഉപയോഗിക്കാമെന്നതിന്റെ കുറെ പാക്കേജസ് ഒക്കെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ദീർഘകാലം എടുത്തിട്ടാണ്. ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അതൊക്കെ ചെയ്ത ഒരാളാണ്. ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിയാണ് സരിത മിസ്സിനെ. നല്ലൊരു ഗായികയും കൂടിയാണ്, നല്ലൊരു വായനക്കാരിയാണ്. ഇപ്പോൾ
കഥകളെ നിരൂപണം ചെയ്ത് കണ്ടില്ലേ, വളരെ രസകരമായിട്ട് അതിന്റെ സത്തയെ മനസ്സിലാക്കുന്ന ഒരു വായനക്കാരിയും കൂടിയാണ്. പൊതുവെ ഈ പുസ്തകം മനുഷ്യരുടെ പുസ്തകം എന്നൊക്കെ പേരിടാവുന്നതായിട്ട് തോന്നി. ഈ പുസ്തകം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം, പൊതുവെ ടീച്ചർക്ക് ഒരു ചീത്തപ്പേരുണ്ടല്ലോ, പെണ്ണെഴുത്തുകാരിയാണെന്നുള്ള. അപ്പൊ അത് അതിനപ്പുറം എനിക്കൊന്നല്ല, എല്ലാ സ്ത്രീകളും എഴുത്തുകാരുടെയും അവസ്ഥയാണ്. അതെ അതെ, അത് ശരിയാണ്. ആ ഒരു പേരിനപ്പുറം ഈ പുസ്തകം ശരിക്കും മനുഷ്യരുടെ പുസ്തകമാണ് അല്ലേ? മനുഷ്യരുടെ സ്വത്വം തേടിയുള്ള പുസ്തകമാണ്. ഇതിൽ പറയുന്നുണ്ടല്ലോ, ഒരേ വെയിൽ കൊള്ളുന്ന പല മനുഷ്യരുടെ, നല്ലൊരു പ്രയോഗമാണ്, ഒരേ വെയിൽ കൊള്ളുന്ന പലതരം ജീവിതങ്ങൾ. അപ്പൊ അത് ഗംഭീരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോ 10ാം ക്ലാസ്സിലെ മിസ്സിന്റെ പാഠം പഠിക്കാനുണ്ടല്ലോ, അല്ല കഥ പഠിക്കാനുണ്ടല്ലോ, ചിത്രകാരി. അപ്പൊ അതിലും ഒരു പെൺപക്ഷ സ്വഭാവമാണ്. അപ്പൊ ആ പേര് കൂടുതലായിപ്പോയി. അതിലെ ഫിസയില് വലിയ ആത്മാംശം ഉണ്ടോ? ചിത്രകാരിയായിട്ടുള്ള ഒരു കഥാകാരി, ഒരു കഥാപാത്രമായ കാരണം ചോദിക്കുന്നതാണ്. അങ്ങനെ ചോദിക്കാൻ പാടില്ല, എന്നാലും. എന്റെ 19 വയസ്സിലൊക്കെ എഴുതിയ കഥയാണ്. 19 വയസ്സിൽ എഴുതിയ 23-ലൊക്കെ പബ്ലിഷ് ചെയ്ത കഥയാണ്. അപ്പോ അത് ശരിക്കും അന്നത്തെ ഒരു മാനസികാവസ്ഥയും അന്നത്തെ ഒരു ചുറ്റുപാട്, അന്ന് കണ്ട ചില മനുഷ്യരൊക്കെയാണ്. ശരിക്കും ഈ കാലത്ത് നോക്കുമ്പോഴും നമുക്ക് നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ആ കഥ ഇപ്പോഴാണ് ഞാൻ എഴുതുന്നതെങ്കിൽ ആ കഥ അങ്ങനെ ആവില്ലല്ലോ. അപ്പൊ അതിന്റെ അവസാനത്തിലെ കുറച്ചുകൂടി തീവ്രമായ രീതിയിലായിരിക്കും അത് അവതരിപ്പിക്കുക. അപ്പൊ അത് ആ ഒരു പ്രായത്തിന്റെയും ആ ഒരു കാലഘട്ടത്തിന്റെയും കൂടെ കഥയാണത്. പിന്നെ ചിത്രകാരി, എനിക്ക് തോന്നുന്നൊരു കാര്യം, ഞാൻ കഥ എഴുത്ത സമയത്ത് നിറങ്ങൾ ധാരാളമായിട്ട് വരാറുണ്ട്. അത് അറിയാതെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ കടന്നു പോകുന്ന ഒരു ജന്മമാണല്ലോ. അതിന്റെ ചില അടയാളങ്ങളായിട്ട് വാക്കുകളിൽ നിറം കൊടുക്കുന്ന ഒരു പരിപാടി അറിയാതെ വന്നു പോണ ഒരു സംഗതിയാണത്. ആ രീതിയിൽ ആത്മാംശം ഉണ്ടാവും അതിനകത്ത്. പക്ഷെ എന്റെ ഒരു പശ്ചാത്തലമോ അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലമോ അങ്ങനെയൊന്നും അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള കുറെ മനുഷ്യരുടെ, സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ജീവിതം സ്വാഭാവികമായിട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ കലയുള്ള സ്ത്രീകളുടെ ജീവിതം, എനിക്ക് തോന്നുന്നു ഈ ഒരു പുതിയ ജനറേഷനിൽ നമ്മളുടെയൊക്കെ പ്രായമുള്ള രക്ഷിതാക്കൾ അതിനകത്ത് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ടാവും എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, കലയുള്ള സ്ത്രീകളെ പൊതുവെ ആൾക്കാർക്ക് പേടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം കലയുള്ള സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ ആ പുസ്തകത്തിനകത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഭൂതത്തിനെ കുടം തുറന്ന ഭൂതത്തിനെ പുറത്തേക്ക് വിടുന്ന പോലെയാണ്. അപ്പം അവരെ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വീട് നന്നായിട്ട് നോക്കുക. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ മാറ്റം വന്നു എന്ന് പറഞ്ഞാലും സ്ത്രീകളെ കുറിച്ച് നമുക്ക് ഏറ്റവും അവസാനമുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു വീട്ടിലേക്ക് അവർ വന്നു കയറുന്നു, അവൾ നന്നായിട്ട് വീട് നോക്കുന്നു, വീട്ടുകാർക്ക് ആവശ്യമായിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതൊന്നും നമ്മൾ അത്രയധികം വിടുതൽ നേടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ കലയുള്ള സ്ത്രീകളെ പൊതുവെ സമൂഹം ഭയപ്പെടുന്നത് തന്നെയാണ്. കുടുംബങ്ങളും സമൂഹവും ഒക്കെ ഭയപ്പെടുന്നതാണ് എന്റെ ഒരു അനുഭവം. നമ്മൾ പറയാറുണ്ട്, പിന്നെ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള സ്ത്രീയെ സുഹൃത്തുക്കളാക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, ഭാര്യയാക്കാൻ ഇഷ്ടമല്ല എന്ന് പറയാറുണ്ട്. പല ആർട്ട് സുഹൃത്തുക്കളും പറയുന്ന ഒരു കാര്യമാണ്. അതൊരു സത്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം അവരെ കുറിച്ച് പറയാനും അവരുമായിട്ട് കമ്പനി കൂടാനും അവരോട് സംസാരിക്കാനൊക്കെ നമുക്ക് വളരെ ഇഷ്ടമായിരിക്കും. അവര് കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കലയുള്ള ഒരാളെന്ന് പറയുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ സഹിക്കേണ്ടി വരും, അയാളുടെ പ്രത്യേക അവസ്ഥകളിലൂടെ നമ്മൾ പിന്തുണയ്ക്കേണ്ടി വരും, കുറെ കാര്യങ്ങളുണ്ട്. അപ്പം അത് ആരും ഇപ്പോഴും അത് വലിയൊരു സ്വീകാര്യത ഉണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവമില്ല. അത് അതൊരു പക്ഷേ ഒരുതരം ഡോമിനേറ്റിംഗ് നേച്ചറിലേക്ക് വരുന്നു എന്നുള്ള പേടിയാണോ എന്ന് തോന്നാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ഞാൻ ഫെമിനിസ്റ്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫെമിനിസ്റ്റ് തന്നെയാണ്. പക്ഷെ ഫെമിനിസം എന്ന് പറയുന്നത് ഹ്യൂമനിസത്തിന്റെ ഒരു ഭാഗമാണ്. എന്തുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ സാറിന് ഈ രാത്രി പരിപാടി കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോകും, സാർ ഇട്ട ഡ്രസ്സില് സാറ് ആഗ്രഹിക്കുന്ന ദൂരത്തിലേക്ക് സാറിന് പോവാം. അതേപോലെ ഇതിന്റെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് പോകാൻ പറ്റില്ല, പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. പോവാം പക്ഷെ അത് വളരെയധികം പരിമിതികൾ ഉണ്ടാവും. അപ്പൊ നിങ്ങളൊരു ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ സൗകര്യപ്രദമായിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങി പോവാം. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും ഒരു ശ്രദ്ധ അവിടെ നമുക്കുണ്ടാവും, സ്വാഭാവികമാണ്. ഈ ശ്രദ്ധ എന്നില്ലാതാവുന്നു ആ കാലത്തെ നമ്മൾ ഈ പറയുന്ന ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുവരെ നമ്മൾ ഈ പറയുന്നത് ബാഹ്യമായിട്ട്, മാർച്ച് 8-ാം തീയതി വരുമ്പോൾ കുറെ ആളുകൾ നമ്മൾ വിളിച്ചുകൊണ്ട് പോകുന്നു, ഒരു ദിവസത്തേക്ക് മുതൽവൻ സിനിമയിൽ പോലെ നമ്മളെ രാജാവാക്കുന്നു, പിറ്റേ ദിവസം വീണ്ടും ആ സിംഹാസനത്തിൽ നിന്ന് ഇറക്കുന്നു എന്നുള്ള പോലത്തെ, അല്ലെങ്കിൽ പോലീസിന്റെ സഹായത്തോടു കൂടി നഗരം കാണാൻ കൊണ്ടുപോകുന്നു എന്നുള്ള രൂപത്തിലുള്ള ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ തന്നെ വരുന്നുള്ളൂ. ബാഹ്യമായിട്ട് ആന്തരികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ബാഹ്യമായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ, ഫാഷൻ ഉണ്ടാവും, ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ കുട്ടികൾ ഇടുന്നുണ്ടാവും, കുറെ കൂടി സ്വാതന്ത്ര്യം ഉണ്ടാവും. പക്ഷെ ആന്തരികമായി നോക്കിക്കഴിഞ്ഞാല്
എത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളത്. അപ്പൊ ഇന്ത്യയുടെ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ 15 മിനിറ്റിനും ഒരു സ്ത്രീ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കപ്പെടുന്ന ഒരു നാടാണ് കണക്ക്. അത് ഗാർഹിക പീഡനമാവാം, അല്ലെങ്കിൽ റേപ്പ് കേസുകളാവാം, മറ്റു രീതിയിലുള്ള പൂവാല ശല്യമാവാം, പല രീതിയിൽ. അപ്പൊ 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇത്ര ചെറിയ, ഇത് കുറച്ചുകൂടി മുന്നത്തെ കണക്കാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഇത് കുറച്ചും കൂടെ കുറഞ്ഞു വന്നിട്ടുണ്ടാവും. അപ്പം എത്രക്കും നമ്മള് സ്വതന്ത്രരായി എന്ന് കരുതുമ്പോഴും അതിനകത്തുള്ള നമുക്കിപ്പോ ചുറ്റുപാട് നടക്കുന്ന കേസുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് സ്ത്രീകൾ കണക്കാക്കപ്പെടുന്നത് എന്നുള്ളത്. അതുപോലെ സൈബർ കുറ്റകൃത്യങ്ങള്, ബാത്റൂമിൽ ഇപ്പോഴും ക്യാമറ വെക്കുന്ന ആളുകളുടെ എണ്ണത്തിന് കുറവല്ല, അത് കൂടുതലായിട്ടാണ് ഉള്ളത്. നമ്മൾ എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ നമുക്ക് വരുന്നു, അതിനൊക്കെ ഏറ്റവും വേസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വലിയൊരു വിഭാഗത്തിന് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ സ്ത്രീകൾക്കെതിരെയാണ്. ടെക്നോളജിയും പലപ്പോഴും സ്ത്രീകൾക്കെതിരായി തന്നെയാണ് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെ മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാഹ്യമായ മാറ്റങ്ങളാണ്. നമ്മൾ ബ്രാൻഡഡ് മനുഷ്യരാവും തോറും നമ്മളുടെ അകം അത്രയ്ക്ക് പുരോഗമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതിനകത്തിരിക്കുന്ന പുതിയ ജനറേഷൻ കുട്ടികൾ തന്നെ, ഞാൻ ആ ഒരു ചോദ്യം അവരോട് ചോദിക്കുകയാണ്. എങ്ങനെയാണ് ലോകം നിങ്ങളെ കാണുന്നത്, എങ്ങനെയാണ് ലോകം നിങ്ങളോട് പെരുമാറുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കൂടെ അത് കുറച്ചും കൂടെ ഒരു രസകരമായിരുന്നു ചർച്ച. അവർക്ക് എന്താ അനുഭവപ്പെടുന്നു എന്നുള്ളത്. ഞാൻ കലാവതിയോട് തന്നെ ചോദിക്കുകയാണ്, ആരും സംസാരിക്കാത്ത കാരണം. കലാവതിയാണല്ലോ പുസ്തകത്തെ നിരൂപണം ചെയ്തത്. അപ്പൊ കലാവതി തന്നെ, എങ്ങനെയാണ് കലാവതി ലോകം നിങ്ങളെ കാണുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെയൊക്കെ ജനറേഷനെ വെച്ച് നിൽക്കുന്ന വലിയ കാര്യം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും ഉണ്ട്. സൗഹൃദങ്ങളെ കുറെ കൂടെ വളരെയധികം ഈ വിപുലമായ രീതിയിൽ ആൺപെൺ വ്യത്യാസമില്ലാത്ത നല്ല സൗഹൃദങ്ങള്, അതിനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ യാത്ര നടത്താനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ഒരു ഭയം എവിടെയൊക്കെയോ നമ്മുടെ യാത്രകളിലും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇല്ലേ എന്നൊരു ചോദ്യം. കലാവധി അവിടെ ഇല്ലേ? ഓക്കെ മാം. അല്ല, ഞാൻ മാം പറഞ്ഞിട്ടെന്ന് വിചാരിച്ചായിരുന്നു. എന്റെ വീട് പാലക്കാടാണ്. അപ്പൊ ഞാന് ശരിക്കും ഒരു 10th വരെ എന്റെ അമ്മൂമ്മന്റെ വീട്ടിലിരുന്നിട്ടാ വളർന്നത്. അമ്മൂമ്മന്റെയും അപ്പൂപ്പന്റെയും കൂടി ഇരുന്നിട്ടാ വളർന്നത്. അപ്പൊ എന്റെ ശീലങ്ങളിൽ കൂടുതലും ഇങ്ങനെ ഒരു നല്ല കുട്ടിയാണ്, ചെറുപ്പം മുതലേ അടങ്ങി ഒതുങ്ങി ജീവിക്കുക, അതാണ് നല്ലത് എന്ന് പറഞ്ഞ അങ്ങനെ കേട്ട് വളർന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ PG ഒക്കെ എത്തിയപ്പോഴാ മഹാരാജാസ് കോളേജിൽ പഠിക്കാനും അങ്ങനെ പുറത്ത് വന്ന് നിൽക്കാനും. അപ്പൊ എനിക്ക് ഇപ്പോഴും BEd ചെയ്യണതും ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്നിട്ടാണ്. അപ്പൊ എനിക്കിങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പോഴും വീട് വിട്ട് നിൽക്കുമ്പോൾ നല്ല സങ്കടവും വിഷമവും അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞാനിപ്പോ ഇങ്ങനെ വീട് വിട്ട് നിന്ന് ഇങ്ങനെ മാറി നിൽക്കുമ്പോഴാണ് ഈ ഓരോ കാര്യങ്ങളും, അത് മഹാരാജാസിലൊക്കെ പഠിക്കണ സമയത്താണ് എനിക്കിങ്ങനെ ഈ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാം, ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ പോവാം, അതിലുള്ളൊരു ആ ഒരു സന്തോഷമൊക്കെ എനിക്ക് തിരിച്ചറിയണത് അപ്പോഴാണ്. ഇപ്പോഴും വീട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെ അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മള് ഞാനിപ്പോ ഹോസ്റ്റലിലൊക്കെ ഇരിക്കുമ്പോൾ ഷോർട്സ് ഒക്കെയാണ് ഇടുന്നതെങ്കിലും ഞാനിപ്പോ വീട്ടിൽ പോയാൽ അങ്ങനെ ഇട്ടിട്ട് നടക്കാൻ പറ്റില്ല. ഞാനൊരു നാട്ടിൻ പുറത്തായതുകൊണ്ടാണ്. ഇനിയിപ്പോ ഞാൻ മാറിയാലും വീട്ടുകാർ ചിലപ്പോ മാറിയിട്ടില്ലാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതെനിക്ക് അവിടെ പോയാൽ എനിക്ക് അങ്ങനെ പറ്റൂല. അപ്പൊ പക്ഷെ ഞാൻ ആഗ്രഹിക്കണ പോലെ ഇപ്പൊ മാം പറഞ്ഞ പോലെ കുറെ സ്വാതന്ത്ര്യം ഉണ്ട്. അത് എനിക്കിപ്പോ എത്രമാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ ആവശ്യത്തിൽ ഇങ്ങനെ ലോകം ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എന്റെ ഇതുപോലെ തന്നെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര നാട്ടിൻപുറത്തുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഇപ്പൊ ഇങ്ങനെ ഇന്ന പ്രായമാകുമ്പോഴേക്ക് കല്യാണം കഴിക്കണം. എന്റെ അമ്മയൊക്കെ 16 വയസ്സിൽ കല്യാണം കഴിഞ്ഞാണ്. 16 കഴിഞ്ഞ് 17ാമത്തെ വയസ്സിൽ എന്നെ പ്രസവിച്ചു. അപ്പൊ അമ്മ പറയും, ഞാൻ ഇങ്ങനെ ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് പ്രസവിച്ചാണ്, അപ്പൊ നിനക്കിപ്പോ എന്താ ഇത്രയും പ്രായമല്ലേ, ഇപ്പൊ കല്യാണം കഴിച്ചൂടെ, അങ്ങനെയൊക്കെ പറ്റി ഇങ്ങനെ പറയും. പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ പുറത്തൊക്കെ നിന്ന് പഠിക്കാൻ തുടങ്ങിയത് കൊണ്ട് ഞാനിപ്പോ എന്റെ കല്യാണം, ശരിക്കും ഞാൻ മഹാരാജാസിലൊന്നും പോയി പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ഒക്കെ ആയിട്ടിരിക്കേണ്ട ഒരു സമയമാണ്. പക്ഷെ ഞാൻ ഇപ്പൊ പഠിച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് കുറച്ചൊക്കെ അവർ മാറിയതെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ മാറ്റങ്ങള് അതായത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഒരുപാട് മാറി അവർ ആഗ്രഹിച്ച പോലെയൊക്കെ ജീവിക്കേണ്ടത് എനിക്കറിയാം. പക്ഷെ എനിക്കതിൽ എത്രമാത്രം 100% ഒന്നും ഞാൻ എത്തിയിട്ടില്ല. പക്ഷെ ഞാനൊരു 60% എത്തിയെന്ന് ഞാനിപ്പോ വിശ്വസിക്കുന്നുണ്ട്. അതിലൂടെ ഇങ്ങനെ മാറി 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 ഞാൻ 100% എത്തുന്നും ഞാൻ ഉറപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. താങ്ക് യു മാം.
മറ്റുള്ളവരും മറുപടി പറയൂ. ഹലോ മിസ്സേ, ഞാൻ ആദ്യമാണ്. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയും ഞാനും ജീവിച്ചിട്ടുള്ള ജീവിതത്തെ കമ്പയർ ചെയ്തിട്ടാണ് മിക്കപ്പോഴും ഞാൻ എത്രത്തോളം ഭേദപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് എൻ്റെ ജീവിതം എന്നുള്ള കാര്യം ഞാൻ നോക്കിക്കാണാം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അമ്മ ജീവിച്ചിട്ടുള്ള ഒരു ജീവിതം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ജീവിക്കും അതിന് ഒരു കാരണം എന്താ വെച്ചാൽ വിദ്യാഭ്യാസമായിരിക്കാം. അമ്മ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അമ്മക്ക് ഉണ്ടായിട്ടുള്ള ഒരു ചുറ്റുപാടല്ല ഇപ്പൊ എനിക്കുള്ളത്. ഞാൻ കുറച്ചും കൂടെ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ചുറ്റുപാട് ഒരുപാട് നിയന്ത്രണങ്ങൾ കാണാൻ പറ്റും. ഇപ്പൊ എന്റെ അച്ഛനും അമ്മയ്ക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ നാട്ടുകാർക്കും മറ്റുള്ളവർക്കും ഒക്കെ നമ്മളെ മേലൊരു നിയന്ത്രണം അവിടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഉണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ലാണ്ട് പോകുന്ന ഒരു ജീവിത സാഹചര്യമാണ് എന്ന് പറയാം. കാരണം അവരുടെ നിയന്ത്രണങ്ങൾക്ക് കുറച്ച് പുറത്തേക്കായി. ഞാൻ കൂടുതൽ എറണാകുളത്താണ് പഠിച്ചത്. എന്റെ നാട് കാസർഗോഡാണ്. ഒരു ഉള്ള ഏരിയയിലാണ് വീടുള്ളത്. അപ്പൊ അവിടെ ഞാൻ സത്യത്തിൽ വേറൊരാളായിട്ടാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവിടെയുള്ള എന്റെ വസ്ത്രധാരണ രീതി വ്യത്യാസമാണ്. ഞാൻ കോളേജിൽ പോകുമ്പോൾ വേറൊരാളായിട്ടാണ് പോവുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പൊതുവെ നല്ല ഡാർക്ക് ആയിട്ട് ലിപ്സ്റ്റിക് ഇടുന്ന ആളാണ്. എന്റെ നാട്ടിൽ അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ എന്നെ എല്ലാവരും ശ്രദ്ധിക്കും. എല്ലാവരും നോക്കി ഈ പെണ്ണെന്താ ഇങ്ങനെ പോകുന്നത്, ആ ഒരു സാധനത്തിൽ എല്ലാവരും ശ്രദ്ധിക്കും. പക്ഷെ കുറെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പോഴും പഴയ ചിന്താഗതി ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ അമ്മയായാലും എന്റെ അപ്പച്ചിയായാലും അവർ ജീവിച്ച ഒരു സാഹചര്യം വെച്ചിട്ട് അവരിപ്പൊ എന്നോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ കല്യാണം ഒന്നും ഇപ്പോഴേ കഴിക്കണ്ട, പഠിച്ചോ. അവര് ഭയങ്കരമായിട്ട് മാറിപ്പോയിട്ടുണ്ട്. അവര് ജീവിച്ചൊരു ജീവിതം എനിക്ക് കിട്ടരുത് എന്നുള്ളത് കൊണ്ട് അവരാണ് സത്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോത്സാഹനം നൽകുന്നത്. പഠിച്ചോ. എന്റെ അപ്പച്ചി എപ്പോഴും പറയും PhD എടുക്ക്, പഠിക്ക്, ജോലി വാങ്ങിക്ക്, എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് എപ്പോഴേലും കല്യാണം കഴിക്കണം എന്ന് തോന്നി എപ്പോഴേലും കഴിച്ചോ എന്നുള്ളൊരു സാധനം അവർക്ക്. എന്നാൽ നിനക്ക് പൈസ ഉണ്ടെങ്കിൽ നിനക്ക് ജീവിക്കാം. ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്. ജോലി ചെയ്യ്, പൈസ ഉണ്ടാക്ക്, നല്ല വിദ്യാഭ്യാസം നേട്, ആരുടെ മുന്നിലും താന്നു കൊടുക്കരുത്. എനിക്ക് വേണ്ടെന്ന് വെച്ചാൽ വേണ്ടാന്ന് വെച്ചിട്ട് പോകാനുള്ള ഒരു തന്റെ ഇടം വേണം. അങ്ങനെ അവരെന്നെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവരങ്ങനെ ഒരു അഭിപ്രായം ഇങ്ങോട്ട് പറയുമ്പോൾ എനിക്ക് അതിലൊരു ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്റെ അമ്മയ്ക്ക് ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസമാണ്. അപ്പം നമ്മൾ ഒരു നാട്ടിൻപുറത്ത് ജീവിച്ചു വന്ന ആളാണ്. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടിയത് ചിലപ്പോ ഒക്കെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് തന്നെ എനിക്ക് എന്താ ഈ അധ്യാപകരായിട്ട് ഇവരെന്താ ഇങ്ങനെ പറയുന്നതെന്ന് പല അധ്യാപകർ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു മക്കളെ വളർത്തിയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്റെ അമ്മയ്ക്കൊക്കെ അതിനേക്കാൾ കൂടുതൽ ഒരു ബോധം വന്നിട്ടുണ്ട് എന്നുള്ളത്. അത് ചിലപ്പം സിനിമയും ചുറ്റുപാടും ഒക്കെ അവരെ സ്വാധീനിച്ചത് കൊണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് ഒരു മാറിയതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ലോകത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോഴും സ്ത്രീകളുടെ ജീവിതം പൂർണ്ണമായിട്ട് മെച്ചപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും എന്റെ അഭിപ്രായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ചുറ്റുപാടും വരുന്നുണ്ട്. അതിന്റെ ഒരു മെയിൻ കാരണം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവസരം എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ ഇപ്പോഴും പറയില്ല. കാരണം ഞാൻ പറഞ്ഞു കാസർഗോഡാണ്, ഉള്ളേരിയയിൽ ഒരുപാട് പെൺകുട്ടികൾ 18 വയസ്സ് എന്റെ കൂടെ പഠിച്ചതിന് കുറെ പേര് കല്യാണം കഴിച്ച് കുട്ടികളായി അവരെ നോക്കിയിരിക്കുന്ന ഒരു സംഭവം ഉണ്ട്. പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ എന്നാലും താരതമ്യേന ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതാണ് ഇപ്പം മിസ് പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഇപ്പൊ പറഞ്ഞു വന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. 10ാം ക്ലാസ്സിന്റെ അടിസ്ഥാന പടാവലിയിൽ അനന്തപത്മനാഭന്റെ മരക്കുതിരകൾ എന്ന് പറയുന്ന മിസ്സിന്റെ കഥാസമാഹാരത്തിലെ ചിത്രകാരി എന്ന് പറഞ്ഞിട്ടൊരു കഥ ട്യൂഷൻ സെന്ററിൽ ഞാൻ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൂടെയാണ് ഞാൻ മിസ്സിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. ആ കഥയിൽ എനിക്കൊരു അസംതൃപ്തി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ആ കഥയുടെ അവസാന ഭാഗമാണ്. കാരണം ഒരു സ്ത്രീപക്ഷ വായന നൽകിക്കൊണ്ടാണ് ആ കഥ മുന്നോട്ട് വന്നത്. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ച ഒരു ക്ലൈമാക്സിലേക്ക് ആ കഥ എത്തിയിട്ടില്ല. എന്താന്ന് വെച്ചാല് ചിത്രകാരിയായിട്ടുള്ള സ്ത്രീയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. അവിടെ അവൾക്ക് ചിത്രം വരയ്ക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. പൊതുവെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ നായിക അതൊക്കെ പൊളിച്ച് പുറത്തേക്ക് വരും, ഫിസ എന്ന് പറയുന്ന പെൺകുട്ടി പുറത്തേക്ക് വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവള് അയാൾ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത്. ഇത് സത്യത്തിൽ സമൂഹത്തിൽ നടക്കുന്ന ഒരു നേർചിത്രമാണ് അതിൽ കാണുന്നതെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പേരെ വ്യക്തിപരമായിട്ട് അറിയുകയും ചെയ്യാം, അത് അംഗീകരിക്കുന്നു. പക്ഷെ കഥയിൽ ഞാൻ കുട്ടികൾ പഠിക്കുന്ന ഒരു കഥയാണ്. ആ കഥയിൽ നിന്ന് മറിച്ച് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല് ആ കഥയ്ക്കുള്ളിൽ തന്നെ പറയുന്നുണ്ട് ഈ ഫിസയുടെ ഫാമിലി ഫിസയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് ഫിസയുടെ വീടിന്റെ ഉമ്മറത്ത് അവൾ വരച്ച ചിത്രങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു വീടിന്റെ ഉമ്മറത്ത് ഒരു പെൺകുട്ടി വരച്ച ചിത്രങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അവളുടെ കഴിവിനെ ആ വീട്ടുകാർ അംഗീകരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് വ്യക്തമാവുക. അല്ലെങ്കിൽ ഉമ്മറത്താരും തൂക്കിയിട്ടില്ലല്ലോ. അത്ര കോൺഫിഡൻസ് അവൾക്ക് അവരുടെ കുടുംബം നൽകിയിട്ടുണ്ട്. അങ്ങനെ വളർന്നു വന്ന ഒരു പെൺകുട്ടിയാണത്. അല്ലെങ്കിൽ എനിക്ക് അത്ര പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഫാമിലി ഉണ്ടായിട്ടും ആ നായികയെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്ലൈമാക്സിലേക്ക്
അംഗീകരിച്ച് ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാക്കി മാറ്റിയത് എനിക്കൊരു എന്താ ഒരു പ്രതിഷേധം തോന്നിപ്പോയി അതില്. ഉള്ളുകൊണ്ട് അങ്ങനെ ആയില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ പുറത്ത് കിടക്കണം എന്നല്ല നമ്മളുള്ളെന്ന് നമ്മളിങ്ങനെ അനുഭവിക്കുന്നേ, അങ്ങനെ മാറിയിരുന്നെങ്കിൽ, ആ സ്ത്രീ മറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പോയി. അപ്പൊ അവസാനം അവളത് സഹിക്കുമ്പോ കാണുമ്പം ഏതൊരു സ്ത്രീയും, ഇപ്പം ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ തന്നെ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ അനുസരിച്ച് ഭർത്താവിനെ അനുസരിച്ച് പലതും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന സ്ത്രീകളെ നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു സ്ത്രീയോടും സഹിക്കുകയെന്ന് പറയാൻ എനിക്ക് തോന്നാറില്ല. പറ്റില്ലെങ്കിൽ പൊയ്ക്കോ എന്ന് പറയാനുള്ള മനോഭാവം എനിക്കുള്ളത്. അപ്പൊ ഈ നായിക അങ്ങനെ സഹിക്കുന്ന കണ്ടപ്പം എനിക്ക് തന്നെ ഒരു വേവലാതി തോന്നിപ്പോയി. അങ്ങനെ വേണ്ടിയിരുന്നില്ല, അവള് പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ, അത്ര കഴിവുള്ള ഒരു പെൺകുട്ടി, ആ ഒരു സാധനം എനിക്ക് തോന്നിപ്പോയി. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്, അതാ എനിക്ക് ചോദിക്കാനുള്ളത്. അത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് പറയാൻ എന്റെ പ്രീ ഡിഗ്രി കാലത്ത് എഴുതിയൊരു കഥയാണ്. ഞാൻ അന്ന് പ്രീ ഡിഗ്രി കാലത്ത് എഴുതിയൊരു കഥ കുറേ വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ആ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് 10th പുസ്തകമായിട്ട് വരുന്നത്. അപ്പൊ അവരതിനകത്ത് സമൂഹവും കലയും എന്നെന്തോ ഒരു പ്രത്യേക ഒരു കാറ്റഗറിയുടെ അകത്താണ് ഇത് ചേർത്തതെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനത് കണ്ടിട്ടില്ല. അപ്പോ 16 വയസ്സിൽ എന്റെ ചിന്ത സ്വാഭാവികമായിട്ട് അതിനകത്ത് ഉണ്ടാവും. പക്ഷെ ആ കഥയുടെ അവസാനം എന്ന് പറയുന്നത് ഒരു കീഴടങ്ങൽ എന്ന് പറയാൻ വയ്യ, കാരണം അതൊരു ഓപ്പൺ എൻഡഡ് ആയിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അതിനകത്തൊരു ഒരു നെഗറ്റീവ് സംഗതി അതിനകത്ത് ഉണ്ട്. കാരണം ഈ മതിൽക്കെട്ടുകളൊന്നും പൊട്ടിച്ച് അത്രയും ശക്തമായിട്ട് പുറത്തു വരുന്ന രൂപത്തിലല്ലെങ്കിൽ പോലും ഇവളുടെ ചിത്രരചന അല്ലെങ്കിൽ വര നിർത്തുക എന്ന് പറയുന്നിടത്തല്ല അത് അവസാനിക്കുന്നത്. അവള് ഇനി അത് വരയ്ക്കും, പക്ഷെ ഒരിക്കലും അവൾക്ക് വരയും കുടുംബവും, ഒത്തിരി സമയം കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത് അതിനെ അങ്ങേയറ്റം സംരക്ഷിച്ചുകൊണ്ടാണ് അവള് വരയെ കൊണ്ടുപോയതെങ്കിൽ അവള് വര തുടരും, പക്ഷെ കുടുംബവും വരയും ഒരേപോലെ മുന്നോട്ട് പോകില്ല എന്നുള്ള ഒരു ഉറപ്പോട് കൂടി, അല്ലെങ്കിൽ രണ്ടിലൊന്ന് സുഖകരമല്ലാത്ത രൂപത്തിൽ മുന്നോട്ട് പോകുമെന്ന രൂപത്തിലാണ് ആ കഥ അവസാനിക്കുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴാണ് ഞാൻ ആ കഥ എഴുതുന്നതെങ്കിൽ ആ കഥയുടെ സ്വഭാവം, ആ കഥയുടെ വൈകാരികതയും രീതിയും ഒക്കെ വളരെയധികം വ്യത്യസ്തമായിരിക്കും. കാരണം സ്വാഭാവികമായിട്ട് ഓരോ കഥയിലും എഴുത്തുകാർ അവരെ കൂടെ ചരിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു കാലഘട്ടം എനിക്ക് തോന്നുന്നു 2000 മുൻപൊക്കെ ആയിരിക്കും കഥ എഴുതിയിട്ട്. 2000-ലോ 1999-ലൊക്കെ എഴുതിയൊരു കഥയാണത്. ഒരുപക്ഷെ അതിനേക്കാൾ ഒരു 2 വർഷം മുൻപ്, 96-നും 2000-നും ഇടയ്ക്ക് എപ്പോഴോ എഴുതിയൊരു കഥയാണത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു സ്വഭാവവും ആ കാലഘട്ടത്തിലെ എന്റെ ഒരു മാനസികാവസ്ഥയും ഒക്കെ കൂടെ അതിനകത്ത് വന്നിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ അവസാനം കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു കീഴടങ്ങലല്ല, മറിച്ച് ഇത് രണ്ടും ഈ രീതി മാറും. മാറുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. വരയാണോ കുടുംബമാണോ രണ്ടിലോ ഏതാണോ ഇനി അവള് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് വായനക്കാരന് വിട്ടുകൊടുക്കുന്ന രൂപത്തിലാണ് ഞാൻ അവസാനിപ്പിച്ചിട്ടുള്ളത്. വളരെ വളരെ പോസിറ്റീവായ രീതിയിലല്ല, എന്താണെങ്കിലും സംഘർഷഭരിതം തന്നെയാണ്. താങ്ക് യു മിസ്. അഞ്ജു, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അവതരണ ശേഷം? ഇതൊരു അസുലഭ അവസരമാണ്. ഷാഹിന മാമിന് ഇങ്ങനെ കിട്ടാത്ത ഒരാളാണ്. ഒന്നുമില്ല, എന്നാ മറ്റുള്ളവരെ ചോദിക്കൂ. ഹലോ, ഞാൻ സിമിയാണ്. കലാവതിയുടെ ഒപ്പം ക്ലാസ്സിലുള്ളതാണ്. എനിക്ക് പറയാനാണുള്ളത്, ഞാൻ ആദ്യമായിട്ടാണ് വെബ് സീരീസ് പോലെ സ്വപ്നം കാണുന്ന ഒരാളെ കാണുന്നത്. ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമായി. ഞാൻ മാത്രമല്ല, വേറെ ആൾക്കാരുണ്ട് എന്ന് കേട്ടപ്പോ എനിക്ക് സന്തോഷമായി. പിന്നെ മിസ് ചോദിച്ചു ലോകം എങ്ങനെയാ നമ്മളെ കാണുന്നതെന്ന് പറയാൻ അഭിപ്രായം പറയാൻ പറഞ്ഞു. അതിൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഏത് തലമുറയാണെങ്കിലും നമുക്ക് തൊട്ട് പിന്നിലെ വരുന്ന ഇവരൊക്കെ പോക്കാണ് എന്നുള്ളൊരു ബിഹേവിയർ, ആ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പൊ ചിലപ്പോ ഞാനും കുറച്ചാൾ കഴിയുമ്പോ എന്റെ പിറകിൽ വരുന്ന തലമുറയെ നോക്കിയിട്ട് ഞാനും പറയുമായിരിക്കും ഇവരൊക്കെ പോക്കാണ്, നമ്മുടെ തലമുറയാണ് തലമുറ എന്ന് പറയുമായിരിക്കും. പക്ഷെ അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോ ഇവിടെ കലാവതി പറഞ്ഞതും ആദിത്യ പറഞ്ഞതിലും അവര് പറഞ്ഞു അവരുടെ ഫാമിലി എഡ്യൂക്കേറ്റഡ് അല്ല, 10ാം ക്ലാസ് അതുവരെയൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞു. എന്റെ അമ്മ MA വരെ പഠിച്ചതായിരുന്നു. എന്നിട്ടും ഞാൻ ഒരു കൊറോണ ആ ടൈം വരെ, ഒരു 2019-20 വരെയുള്ള സമയത്ത് ഇപ്പൊ മാഡം ഇരിക്കുന്ന പോലെ ഷോൾ ഇട്ടിട്ട് ഇങ്ങനെ മൊത്തം കവർ ചെയ്തിട്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയും
എന്റെ കൂടെയുള്ള കുട്ടികൾ ജീൻസും ടോപ്പൊക്കെ ഇട്ട് പോണു, ഞാൻ മാത്രം ഇങ്ങനെ. അപ്പൊ അതെന്തിനു വേണ്ടിയാ? നാട്ടുകാർ നല്ലത് പറയണം, എന്റെ മോള് അടക്കോ ഒതുക്കമുള്ള കുട്ടിയാന്ന് നല്ലത് പറയാൻ വേണ്ടിയാണ് നടത്തിയത്. എവിടെ അമ്മ വരെ പഠിച്ച ആളാട്ടോ. സ്വന്തമായിട്ട് എന്താ ടീച്ചിങ് നടത്തി ആ പൈസ കൊണ്ട് സ്വർണം വാങ്ങിച്ച് സ്വന്തം കല്യാണത്തിന് ആ സ്വർണം ഇട്ട് നിന്ന് അങ്ങനെ വന്ന ഒരാള് മോളോട് പറഞ്ഞ ഡയലോഗ് നാട്ടുകാര് നല്ലത് പറയണം എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഞാൻ മാറിയത്, നാട്ടുകാർ എന്നെ പറ്റി കുറ്റം പറയുന്നത് ഞാൻ ട്യൂഷൻ എടുക്കുന്ന കുട്ടിയെന്ന് എന്നോട് പറഞ്ഞു തന്നു, അവരുടെ വീട്ടിലിരുന്ന് പറയുന്ന കുറ്റങ്ങൾ. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ എങ്ങനെ നടന്നു കഴിഞ്ഞാൽ നാട്ടുകാർ നമ്മളെ പറ്റി അതും ഇതും പറയും. അപ്പൊ ഞാൻ എന്തിനു വേണ്ടിയാണ് മറ്റുള്ളവര് എങ്ങനെ എന്നെ കാണട്ടെ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വസ്ത്രധാരണം ഞാൻ എന്തിനു ഫോളോ ചെയ്യണം എന്ന് തോന്നി ഞാൻ തയ്ക്കുമായിരുന്നു, തയ്യല് പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ സ്വന്തമായിട്ട്, പിന്നെ കൊറോണയുടെ സമയത്ത് ലോക്ക്ഡൌൺ ആയിരുന്നു, അപ്പൊ ഞാൻ തന്നെ യൂട്യൂബ് നോക്കി പുതിയ പുതിയ മോഡലുകളിൽ ഞാൻ തന്നെ ഇട്ടു. അപ്പൊ എനിക്ക് സന്തോഷമായി, ഓക്കെ കൊള്ളാം. അങ്ങനെ പതുക്കെ 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 ഞാൻ എന്റെ വസ്ത്രധാരണം മാറ്റിയെടുക്കുകയും ചെയ്തത്. പിന്നെ ആദിത്യ പറഞ്ഞ ലിപ്സ്റ്റിക് ഇടാൻ ഭയങ്കര പേടിയായിരുന്നു. പിന്നീട് ഇപ്പോ ലിപ്സ്റ്റിക് കട്ടക്ക് വാരിയൊക്കെ ഇടും. ഒരു സംഭവം കണ്ടിട്ട് കുറെ നാൾ മുമ്പ് നമ്മളോട് ചോദിച്ചു, പള്ളിയിലോട്ട് എന്റെയല്ലേ വരുന്നത്? ഞാൻ പറഞ്ഞു എന്റെ ചുണ്ട്, എന്റെ ലിപ്സ്റ്റിക്, എന്റെ പൈസ ആരും പറയണ്ട. അങ്ങനെയുള്ള രീതിയിലോട്ട് മുന്നോട്ട് വരാൻ വേണ്ടി നാട്ടുകാരെന്ത് പറയുന്നു എന്നുള്ളത് വേണ്ട, ഇനി അവരെ പറ്റി ചിന്തിക്കണ്ട, നമ്മൾ എങ്ങനെ നടന്നാലും ഒരു കുറ്റം പറയും. പിന്നെ ഞാനിപ്പോ മനസ്സിലായിരിക്കും, എന്നെ പറ്റി അവർ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് എന്നോട് കുശുമ്പ് തോന്നുന്ന എന്തോ ഒരു ഫാക്ടർ എന്നിലുണ്ടല്ലോ. അപ്പൊ ഞാൻ അവരെക്കാൾ നല്ലതാണെന്ന് അവർക്ക് തോന്നുന്നുണ്ടല്ലോ, അത് മതി. അത് വിചാരിച്ചപ്പോ പോസിറ്റീവായിട്ട് ചിന്തിക്കും. അപ്പൊ ലോകമൊക്കെ കുഴപ്പമില്ല, എല്ലാരും എന്നെ അസൂയപ്പെടുന്നുണ്ട്, ഓക്കെ സെറ്റ്, അങ്ങനെ ഇപ്പൊ വിചാരിച്ച് എല്ലാം പോസിറ്റീവ് മൈൻഡിൽ കൊണ്ടുപോകുന്നു. അതാണ് ഇപ്പോഴത്തെ രീതി. സിമി, അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു ജീവിതം സിമി ജീവിക്കുമ്പോഴുണ്ടാവുന്ന ഒരു പ്രശ്നമാണത്. സത്യത്തിൽ അതാണ് സംഭവിക്കുന്നത്. പിന്നെ മാർഗരറ്റ് ആറ്റ്വുഡ് ആണെന്നാണ് എന്റെ ഓർമ്മ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എല്ലാ സ്ത്രീകളുടെ മനസ്സിലും ഒരു പുരുഷനുണ്ട്, ആ പുരുഷന്റെ കണ്ണിലൂടെയാണ് അവൾ അവളെ നോക്കി കാണുന്നത് പറയാറുണ്ട്. കാരണം ഇനിയിപ്പോ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുവോ, ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവോ എന്നുള്ളൊരു സംഭവം അതുകൊണ്ടാണ് ഉണ്ടാവണെന്നുള്ളത്. അപ്പൊ അതല്ലാതെ സ്വതന്ത്രമായി ചിന്തിക്കുകയും ഞാൻ എന്റെ ജീവിതം ജീവിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന പെൺകുട്ടികൾ വരുന്നിടത്താണ് ഞാൻ ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഈ പറഞ്ഞത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു പുതിയ കുട്ടികളിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച വിഷയമേ അല്ല. അത് ഒരു വലിയ മാറ്റമായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു കാലഘട്ടം മുഴുവൻ ആളുകൾ എന്ത് വിചാരിക്കുന്നുള്ളതായിരുന്നു ആളുകളുടെ പ്രശ്നം. നമ്മളെക്കാളും കൂടുതൽ നമ്മളെ കെയർ ചെയ്യുന്ന ആളുകൾ ചുറ്റും ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഒരു കാലഘട്ടത്തിന്റെ വലിയൊരു പ്രശ്നം. ഇതായിരുന്നു. അപ്പൊ ആളുകളുടെ മുന്നിൽ നല്ല പിള്ള ചമയാനാണ് ജീവിതം മുഴുവൻ ജീവിച്ചത്, ഒരു തലമുറ മുഴുവൻ ജീവിച്ചത്. അപ്പൊ ഞാനൊക്കെ ജീവിക്കുന്ന തലമുറ ഒരു പാതി വരെ അന്ന് പുറത്തു പോയി എന്ന് പറയാം. പക്ഷെ നിങ്ങളുടെ തലമുറ കുറേയും കൂടെ അതിന്ന് പുറത്തുപോയി. ഞാൻ എന്റെ ജീവിതം എനിക്ക് ഇഷ്ടപോലെ, സീമ പറഞ്ഞ പോലെ ഞാൻ എന്റെ ജീവിതം എനിക്ക് ഇഷ്ടപോലെ ജീവിക്കുമെന്ന് പറയുന്നിടത്താണ് ആ ഒരു ആന്തരികമായിട്ടുള്ള മാറ്റം വരുന്നത്. മറ്റേത് ബാഹ്യമായ മാറ്റങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഒരു വലിയ അളവോളം. പക്ഷേ ആന്തരികമായിട്ടുള്ള ഈ ഒരു മാറ്റം എന്ന് പറയുന്നതിന്റെ ഒരു വലിയ ലക്ഷണമാണ് ഇപ്പൊ ഈ സിമി പറഞ്ഞ ഈ ഡയലോഗ്. അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനത് കേട്ടതും ഉൾക്കൊള്ളുന്നതും. താങ്ക് യു, താങ്ക് യു. അതായത് ഒരുപാട് കുട്ടികൾ പങ്കെടുക്കേണ്ടതായിരുന്നു ഈ ഒരു ചർച്ചയിൽ. വ്യാഴാഴ്ച വായനാഴ്ചയില് ഒരു ആദ്യത്തെ ഒരു ലക്കാണ് ഇങ്ങനെ ഒരു ചർച്ചയൊക്കെ വന്നത് കേട്ടോ. ശരിക്കും ഒരു കഥ നമ്മുടെ ജീവിതത്തെയാണ് തൊടുന്നത്, അല്ലെ? ഒരു സ്വന്തം കാലത്തെയാണ് തൊടുന്നത്. വളരെ സന്തോഷം മാം, കുട്ടികളോട് ഈ ചോദ്യം ചോദിച്ചതും അവരുടെ സ്വത്ത്, ശരിക്കും സ്വത്വം തന്നെയാണ് ഈ സ്വപ്നങ്ങളുടെ പുസ്തകം. അത് വളരെ നന്നായി. മറ്റുള്ളവരും കൂടെ പറയൂ. ധന്യ ഉണ്ടല്ലോ, ധന്യ ഇല്ലത്ത്. മാഷേ, പനി നന്നായിട്ട് പിടിച്ച് നല്ല ചുമച്ചോണ്ടിരിക്കുന്നു. ടീച്ചറെ കണ്ട സന്തോഷം ഇങ്ങനെ എനിക്ക് കാണാനൊന്നും ഒരു അവസരമൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. വായിക്കുന്നുണ്ടെങ്കിലും പിന്നെ ഇപ്പൊ ഈ സിലബസിൽ ഉൾപ്പെടുത്തിയ കുട്ടി ചോദിച്ചത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടാ. അത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ടീച്ചറോട് ചോദിക്കാൻ. ശരിക്കും പറഞ്ഞാലേ സിലബസിലൊക്കെ അത് വരുമ്പോ സിലബസിന്റെ അകത്തൊരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ. അപ്പൊ അത്തരം കഥകളെ ടീച്ചർ ധാരാളം ബാക്കിയുള്ള കഥകൾ ഉണ്ടായിട്ട് അത്തരം കഥകളിലേക്ക് അത് കയറി വരുമ്പോ അതിന്റെ അകത്തുള്ള ഒരു പൊളിറ്റിക്സ് ആയിരിക്കും. അത് സന്തോഷം ടീച്ചർ ഞാൻ ചുമക്കുമായിരുന്നു, പനി വന്നക്കാറുണ്ട്, അങ്ങനെ ഇരിക്കണാറുണ്ട്, ഞാൻ മിണ്ടാതിരുന്നത്.
ധന്യ നമ്മുടെ മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. ഇപ്പോ ചാലക്കുടി ഗവൺമെന്റ് കോളേജിലെ അധ്യാപികയാണ്. അങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ടീച്ചറെ ഒരു ദിവസം നമ്മുടെ കോളേജിലേക്ക് കൊണ്ടുവരണം കേട്ടോ. അധികം ദൂരമൊന്നും ഇല്ലല്ലോ. ശരി. അതെ അതെ, ഞങ്ങള് കോളേജിലേക്ക് വരണം. അതാണ് സരിത മിസ്. തീർച്ചയായിട്ടും നോക്കാം. വളരെ സന്തോഷം. നമ്മൾ കുറച്ചിങ്ങനെ ഭയന്ന് നിൽക്കായിരുന്നു വിളിക്കുമ്പോഴൊക്കെ, സത്യം പറയണേ. ഇപ്പൊ തൊട്ടടുത്തിരിക്കുന്ന ഒരു പ്രതീതിയാണ്. വളരെ മാനസികമായിട്ടും അടുത്തു. സന്തോഷം. അഞ്ജുവിനൊന്നും ചോദിക്കാനില്ലേ കൂടുതലായിട്ട്? പുസ്തകം അവതരിപ്പിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു കൂട്ടിച്ചേർക്കൽ ചോദ്യം? മാം പറഞ്ഞുള്ളൂ അങ്ങനെ കുറെ കാര്യങ്ങള്. അപ്പൊ പിന്നെ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ കോളേജിൽ വരുമ്പോ പിന്നെ കൂടുതൽ എന്തെങ്കിലും ചോദിക്കാം. എനിക്ക് ടെൻഷനാവും. സിമി ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആസ് എ മദർ ഞാനും എപ്പോഴൊക്കെ എന്റെ മകളോട് പറഞ്ഞുള്ള കാര്യങ്ങൾ അതൊരു തിരിച്ചറിവായിരുന്നു. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇവർക്കൊക്കെ എങ്ങനെയാ അത് ഫീൽ ചെയ്യുന്നുള്ളത്. ഷോൾ ഇടാൻ പറയുന്നു. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും? മോളൊക്കെ എപ്പോഴും ചോദിക്കുന്നത് എന്തിനാ അമ്മ അങ്ങനെ ചിന്തിക്കുന്നു? മറ്റുള്ളവര് വസ്ത്രധാരണം നമ്മുടെ സ്വാതന്ത്ര്യം അല്ലേ. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ മക്കളോട് അങ്ങനെ പറയുമ്പോ ഇപ്പൊ എനിക്ക് പേടിയാ പറയാൻ. കാരണം അവരുടെ ഒരു കാഴ്ചപ്പാടുകളൊക്കെ മാറി. അപ്പൊ ഞാൻ പറയില്ല, ആ ജനറേഷന്റെ ഒരു വ്യത്യാസമുണ്ട്. അത് മാത്രല്ല ഇപ്പോഴും എഡ്യൂക്കേഷൻ ഒന്നും അല്ല അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. എഡ്യൂക്കേറ്റഡ് മദർ ആയതുകൊണ്ടോ എഡ്യൂക്കേഷൻ ഇല്ലാത്ത മദർ ആയതുകൊണ്ടോ ഒന്നും അല്ല. ഇപ്പൊ 10ാം ക്ലാസ്സുകാരിയായ അമ്മ മകളെ പഠിക്കാൻ നിർബന്ധിക്കുന്നു, പുറത്തേക്ക് പോവാൻ നിർബന്ധിക്കുന്നു. വിവാഹമൊന്നും അല്ല പ്രധാനം, ജോലി ചെയ്യണമെന്ന് പറയുന്നു. പക്ഷെ MA ഉള്ള അമ്മ ഇങ്ങനെ പറയുന്നു. അപ്പൊ വിദ്യാഭ്യാസം അല്ല ഇതിന്റെ അടിസ്ഥാനം, നമ്മുടെ ആ കാഴ്ചപ്പാടുകളാണ്. നമ്മൾ നമ്മുടെ മക്കളോടൊപ്പം വളരണം എന്നാണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്. കാരണം അവരുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് നമ്മുടെ സമൂഹം മാറുന്നതിനനുസരിച്ച് നമ്മൾ പാരന്റ്സും മാറണം എന്ന് ഞാൻ എൻ്റെ മകളിൽ നിന്ന് പഠിച്ചു വരികയാണ്. എൻ്റെ സ്റ്റുഡൻസിൽ നിന്നും ഇപ്പൊ എനിക്ക് പഠിക്കാനായി. അപ്പോ ഈ ഒരു ചോദ്യം ടീച്ചർ ഇട്ടത് നന്നായി. അത് ഒരു തിരിച്ചറിവിനും കൂടെ ഒരു അവസരം കിട്ടി. സന്തോഷം. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വെച്ചൊരു കുട്ടിയുടെ ടീഷർട്ട്, ഒരു വലിയ ക്യാപ്ഷൻ എഴുതിയ ടീഷർട്ട് ഞാൻ വളരെ സന്തോഷത്തോടെ കണ്ടു. അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നേ, നിങ്ങൾ എന്ത് കരുതിയാലും എനിക്ക് പുല്ലാണെന്ന്. എന്നല്ല പച്ച കളറിൽ കറുത്ത ടീഷർട്ടിൽ കൂടെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതൊരു വളരെ രസകരമായ ഒരു കാര്യമായിട്ട് തോന്നി. അത് അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. വളരെ കൃത്യമായിട്ട് അവര് എന്ത് കരുതിയാലും ഒരു മുട്ടയടിച്ചൊരു കുട്ടിയാണ്. തലേക്ക് മുട്ടയടിച്ച് ഒറ്റയ്ക്ക് അതിന് കമ്മലിട്ട് വലിയൊരു ക്യാപ്ഷൻ നെറ്റിട്ട് എഴുതി വെച്ച് അവിടെ നടക്കുകയാണ്. അത് ഒരു വലിയൊരു രസകരമായ മാറ്റമാണത്. നമ്മളുടെ തലമുറയിൽ നമുക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നിരിക്കും അല്ലേ? പക്ഷെ അവരിപ്പൊ നമ്മളോട് മാറാൻ പറയണ്ട. അമ്മ എന്തിനാ ഇങ്ങനത്തെ വസ്ത്രങ്ങൾ ഉണ്ട്, അമ്മ മോഡേൺ ആയ വസ്ത്രങ്ങൾ അമ്മയ്ക്ക് ഇട്ടൂടെ, അമ്മ ആരെ ഭയക്കണ്? അപ്പൊ ഇല്ല അത് ശരിയാവില്ല, ഞങ്ങള് ടീച്ചർമാരല്ലേ, ഇങ്ങനെ അമ്മ ഷോൾ ഇടാതെ എന്താ പോയാൽ എന്താ സംഭവിക്കുക? അവരിങ്ങനെ പറഞ്ഞു എപ്പോഴൊക്കെയോ ഞാനും മാറി തുടങ്ങിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോ അത് പറഞ്ഞ അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ശരിയാണ് കേട്ടോ. ഈ ടീഷർട്ടുമുള്ള പ്രിന്റ് ഒരു പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ഒക്കെ ടൂളായിട്ട് മാറുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. നല്ലതാണ് അത്തരം നമുക്ക് പറയാനുള്ളത് അങ്ങനെ എഴുതി വെച്ച് കിടക്കുമ്പോൾ അതൊന്നുകൂടെ കൂടുതൽ രസകരമായ പ്രതിരോധമാണ്. നമുക്ക് സമയത്തിന്റെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഞാൻ ഈ ടീഷർട്ടിന്റെ ഒരു പ്രതിരോധത്തെ പറ്റി പറഞ്ഞപ്പോഴേ, ക്ലാസ്സിൽ നമ്മളിങ്ങനെ നമുക്കറിയില്ല, നമ്മളെ പരമ്പരാഗതമായ സ്ത്രീ വർഷങ്ങളിലൊന്നും പോക്കറ്റുകളില്ലല്ലോ. ഇപ്പോ എന്താ പറയാ, സാരിയിലാണെങ്കിലും പഴയ കാലത്തെ പാവാടയിലാണെങ്കിലും മിഡിയിലാണെങ്കിലും ഒന്നിലുമില്ല. ചുരിദാറില് പാൻസില് അപൂർവം ചിലവർ മാത്രമാണ് ഈ എന്താ പറയാ പോക്കറ്റ് അടിക്കുന്നവർ. പോക്കറ്റ് അടിക്കുക എന്നുള്ളതിന് വേറെ പല അർത്ഥമുണ്ട്. എന്നാലും പോക്കറ്റ് വെക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ കുട്ടികളോട്, പ്രത്യേകിച്ച് കുട്ടികളോട് ഈ കാര്യം ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ ചെയ്യണം എന്നർത്ഥത്തിൽ. അപ്പൊ ശരിക്ക് പലപ്പോഴും നമുക്കറിയാം, പഴയകാലത്ത് സ്ത്രീകൾ പരമായ കാര്യങ്ങൾ ഇടപെടാത്തത് കൊണ്ടും അവസരം കുറഞ്ഞത് കൊണ്ടായിരിക്കാം വസ്ത്രത്തിൽ ഈ പോക്കറ്റുകളുടെ എണ്ണം വളരെ പോക്കറ്റ് ഇല്ലാത്തത്.
ആണുങ്ങൾ ഇത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ആണുങ്ങളുടെ ഷർട്ടിലാണെങ്കിലും പാൻസിലാണെങ്കിലും പോക്കറ്റുകൾ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ കാലം മാറി, കുട്ടികളെല്ലാം സ്കൂളിലും കോളേജിലൊക്കെ പോലെ തുടങ്ങി. ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് കുട്ടികൾ ഈ കോയിൻ ഈ കൈ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് എന്താ പറയാ കമ്പിലി ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് 2 വിരലുകൊണ്ട് എന്താ പറയാ ബസ് പിടിക്കുകയും ഒരു വിരലുകൊണ്ട് ഈ 1-2 വിരലുകൊണ്ട് ഇങ്ങനെ കോയിൻ കയ്യിലെടുക്കുന്നത് കാണാൻ പറ്റും. ഇത് ഇപ്പോൾ അവരുടെ ഡ്രസ്സിൽ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ചുരിദാറിലേക്കൊക്കെ മാറിയപ്പോൾ നല്ല അവസരമുണ്ട്. പക്ഷെ എങ്കിൽ പോലും വളരെ അപൂർവം ചിലവരാണ് പോക്കറ്റിൽ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ പൈസയൊക്കെ ഇട്ട് നടക്കുന്നവർ വളരെ കുറവാണ്. അതിനു വേണ്ടി വേറൊരു ബാഗ് വേറെ തന്നെ കൊണ്ടുനടക്കുക ചെയ്യാം. അതൊക്കെ വസ്ത്രത്തില് നേരത്തെ പറഞ്ഞ പോലെ വസ്ത്രത്തിന്റെ കാര്യത്തില് ഇനിയും മാറേണ്ട ഒരു സ്വഭാവങ്ങളിൽ ഒന്നും കൂടിയാണ്. പിന്നെ സ്കൂളിലൊക്കെ ഇപ്പൊ അതിന്റെ ഈ ഷർട്ടിന്റെ ഇതിന്റെ കോട്ട് ഒന്നോടുകൂടി അതിലൊരു കാണുന്നുണ്ട്. കോട്ട് ഉപയോഗിക്കുന്ന അത്ര ഒരു നല്ല പ്രവണത അല്ല എങ്കിൽ പോലും അതിൽ പോക്കറ്റ് ഒന്നുണ്ടെന്ന ഒരു യാഥാർത്ഥ്യമാണ്. ശരിക്കും ആ ചുരിദാറിന്റെ പാന്റിൽ തന്നെ പോക്കറ്റ് വെക്കുന്ന ആളുകളെ കണ്ട് ഒരുപാട് പേരുണ്ട്. പക്ഷെ അതൊരു 10%, 5% മാത്രമേ ഉള്ളൂ. ഞാൻ ക്ലാസ് ചോദിക്കുന്ന സമയത്ത് 1-2 കുട്ടികൾ മാക്സിമം ആണ് ഇങ്ങനെ ഈ ചുരിദാറിൽ പാൻസിൽ പോക്കറ്റ് ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നത്. അതൊക്കെ ഇനി അതും ഈ പുതിയ കാലത്തെ മറ്റു പലതിലും മാറ്റം വരുന്ന പോലെ ഇത്തരം വസ്ത്ര കാര്യങ്ങളിലും കൂടി മാറ്റം വരികയാണെങ്കിൽ കുറച്ചും കൂടി സ്വന്തം അഭിപ്രായം ഇവിടെ ജസ്റ്റ് ഒന്ന് കൂട്ടിച്ചേർക്കാനായിട്ട് പറയുന്നു ഈ ഒരു വിഷയം വന്നതുകൊണ്ട്. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഷാഹിന ടീച്ചർ വാക്കിനോടൊപ്പം തന്നെ ഏറ്റവും പുതിയ തലമുറയുടെയും അതുപോലെ അധ്യാപികമാരായിട്ടുള്ള മറ്റു പല ആളുകളുടെ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ നമ്മളുടെ ഉള്ളിലേക്കും കുറെ വെളിച്ചങ്ങൾ എത്താനായിട്ട് സഹായിച്ചു ഈ ചർച്ചയിൽ കുറച്ചു നേരം പങ്കെടുത്തപ്പോൾ. താങ്ക് യു. ഇതിനെ പ്രതികൂലിക്കുന്ന ആളുകളും കൂടെ അത് കേൾക്കണമായിരുന്നു. അതിന്റെ ആളുകളാരും നമ്മുടെ ഇതിലില്ലെന്ന്. എന്തായാലും ഷാഹിന മിക്ക എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നുണ്ടോ? നമുക്ക് സമയത്തിന്റെ ഒരു ഉള്ളതുകൊണ്ട്. അതെ, സമയത്തിന്റെ ഒരു വലിയ പരിമിതി ഉണ്ട്. 9:30 അല്ലേ? എന്നാലും ഇത്ര നേരം പോകുന്നു വിചാരിച്ചില്ല, ഇത്ര നേരം എടുക്കുമെന്ന് വിചാരിച്ചില്ല. ഷാഹിന മിസ്സിനെ കിട്ടുമെന്നുള്ള സംശയത്തിലായിരുന്നു ഞാൻ എപ്പോഴും ഇരിക്കുന്നത്. സന്തോഷം. എന്തേലും ഒരു ഉപസംഹാരമായിട്ടൊന്ന് പറയാമോ? എനിക്ക് തോന്നുന്നത് കുട്ടികൾ തന്നെ ആയിരിക്കും ഉപസംഹരിക്കുന്നത് നല്ലതെന്നാണ്. അവരല്ലേ തുടങ്ങി വെച്ചത്. അത് വേറെ ഉണ്ട്. മിസ് ഒന്ന് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം, നമ്മളിപ്പം ഒരു ടെക്നോളജി, മൊബൈൽ അഡിക്ഷൻ, റീൽ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കുറ്റം പറയാറുണ്ടല്ലോ കുട്ടികളെ പറ്റി. പൊതുവെ ഉള്ള ഒരു രീതിയാണത്. ഓരോ ജനറേഷനും കഴിയുമ്പോൾ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു സത്യമാണ്. അതായത് നമ്മള് ജീവിച്ചൊരു മൂല്യവും അവർ ജീവിക്കുന്ന മൂല്യങ്ങളും നമ്മളുടെ മുമ്പുള്ള ആളുകൾ നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അവരെ കുറിച്ച് പറയുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ പറയുന്ന ഒരു കാര്യം, അവര് ഈ ഉപകരണങ്ങൾ മാറ്റിവെച്ച് പുസ്തക വായനയിലേക്ക് വളരെ തീവ്രമായിട്ട് മടങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. US-ലൊക്കെ കുട്ടികൾ കൃത്യമായിട്ട് വായന വളരെ ഗൗരവമായിട്ട് എടുത്ത് അതിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഒരു സാച്ചുറേഷൻ പീരീഡിലാണെന്നാണ് നമ്മളുടെ ഒരു രാജ്യത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. കാരണം കുട്ടികൾ അതിന്റെ ഏറ്റവും ഈ ടെക്നോളജി ഉപയോഗം, ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന്റെ ഒക്കെ ഒരു സാച്ചുറേഷനിൽ കുട്ടികൾ എത്തിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു തിരിച്ചുവരവ് പുസ്തകങ്ങളിലേക്ക് ഉണ്ടാവും. അത് പുസ്തകങ്ങളുടെ പ്രിന്റ് രൂപത്തിലാവണം എന്നിട്ട്, പക്ഷെ വളരെ ശക്തമായ ഗൗരവമായിട്ടുള്ള ഇപ്പോഴില്ല എന്നുള്ളതല്ല, വായിക്കുന്ന കുട്ടികൾ വളരെയധികം ഗൗരവമായിട്ട് വായിക്കുകയും അല്ലാത്തവർ അതിനകത്ത് പൂർണ്ണമായിട്ട് മാറിപ്പോവുകയും ചെയ്തതിന് ഇടയിൽ ആളുകൾ ഇല്ലാത്ത ഒരു, അല്ലെങ്കിൽ ആളുകൾ കുറഞ്ഞൊരവസ്ഥയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. വായിക്കുന്നവർ നന്നായിട്ട് തന്നെ വായിക്കുന്നുണ്ട്, നല്ല ഭാഷയുടെ നല്ല കുട്ടികളുണ്ട്. പക്ഷെ അതേസമയം അല്ലാത്തൊരു വിഭാഗം ഒട്ടും വായിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു വലിയൊരു അതിശക്തമായ തിരിച്ചുവരവ് വായനയിൽ ഉണ്ടാവും. അതിന് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് മലയാളം പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അവർക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പോഴും അവരുടെ സ്വന്തം ജീവിതത്തിലും ഭാവിയിൽ അവർ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരാനും അവനവനെ വായനയിലേക്ക് എത്തിക്കാനുമുള്ള ഒരു പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ വലിയൊരു കാര്യം എന്ന് പറയുന്നത് പുസ്തകങ്ങൾ ഒരു കുത്തൊഴുക്കിന്റെ കാലഘട്ടമാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമാണ് നമുക്ക്. ഒരു വലിയ ദുരന്തം എന്ന് തന്നെ നമുക്ക് പറയാം. റീലുകൾ കാണുന്ന പുസ്തകങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ പരസ്യങ്ങളായിട്ട് വരുന്ന പുസ്തകങ്ങളൊക്കെയാണ്. അത് മോശം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ
അങ്ങനെ പരസ്യം ഇടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്ത പുസ്തകങ്ങളിലേക്ക് വായന എത്തുന്നു എന്നുള്ളതാണ്. അതിന് പകരം നമ്മൾ കുറച്ചും കൂടെ പുസ്തകങ്ങൾ അന്വേഷിച്ചു പോവുകയും പുസ്തകങ്ങളെ കണ്ടെത്തുകയും അതിലേക്ക് ആഴത്തിൽ പോവുകയും ചെയ്തിരുന്ന ഒരു അനുഭവത്തിലേക്ക് വീണ്ടും കുട്ടികളെ നമ്മളെക്കാൾ സാധ്യതകളുണ്ട് അവർക്ക് എത്തിച്ചേരുകയും വളരെ സെലക്റ്റീവായിട്ട് വായന ഉണ്ടാവുകയും ചെയ്യേണ്ട ഒരു വലിയ ആവശ്യകതയുണ്ട്. അപ്പോ അതിലേക്ക് നമ്മുടേതായിട്ടുള്ള ശ്രമം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നടത്തിയാൽ അത് വലിയൊരു അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അവർ കൈകാര്യം ചെയ്യാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ആ ഒരു ഉപദേശം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലില്ല, ഞാൻ ഉപദേശിക്കാറില്ല, എനിക്ക് തിരിച്ചു അത് ഇഷ്ടമല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു നിർദ്ദേശം മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അത് പ്രത്യേകിച്ചും ഭാഷ പഠിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയായിരിക്കും കുട്ടികളെയും അവനവനെയും വായനയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. അത് വായന എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുള്ളത്, ജീവിതത്തിൽ ഏറ്റവും നിരാശ വന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഓരോ ദിവസവും നമ്മളിങ്ങനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഒരുപാട് പുസ്തകങ്ങളാണ്. അപ്പൊ നമ്മുടെ ഒരു ആയുഷ്കാലവും ഈ പുസ്തകങ്ങളും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അതിന്റെ വളരെ ചെറിയൊരു ഭാഗം പോലും വായിക്കാതെ നമ്മൾ കടന്നു പോകുമല്ലോ എന്നുള്ളത് വളരെയധികം നിരാശയോടുകൂടി ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം കുറച്ചുകൂടി ചെറുപ്പത്തിൽ കുറച്ചുകൂടി ആഴമുള്ള വായനയിലേക്ക് വരാൻ സാധിക്കുകയാണെങ്കിൽ ഒരു വലിയ ശതമാനം എന്ന് പറയാൻ വയ്യ, എന്നാൽ കൂടെ ഒരു ക്ലാസിക്കുകളും അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരേണ്ട ചില പുസ്തകങ്ങളിലേക്ക് കൂടെങ്കിലും കടന്നു പോകാൻ നമുക്ക് സാധിക്കും എന്നുള്ളൊരു സംഗതി അവിടെ ഉണ്ട്. പുസ്തകങ്ങളോളം നമ്മളെ എൻട്രി ചെയ്യാൻ പറ്റുന്ന വേറൊന്നുമില്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോ അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ള ഒരു കാര്യം, ആ ഒരു നിർദ്ദേശം സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, എന്നാലും ചോദിക്കാൻ, ഈ പുസ്തകത്തിലെ ഈ കഥകള് തിരഞ്ഞെടുത്തതിന് എന്തേലും ഒരു അളവ് പോലും ഉണ്ടോ? എല്ലാം എൻ്റെ ഒരു ബാഹ്യമായിട്ടുള്ള ഘടന ഒരുപോലെ തോന്നി. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പാരാഗ്രാഫ്സ് നമ്പേർഡ് ആയിട്ടുള്ള അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഒരെണ്ണം ആദ്യത്തെ 18, പിന്നെ 12, പിന്നെ 11, 9 അങ്ങനെ ഒരു കണക്കൊക്കെ. അതെന്താണ് അങ്ങനെ വന്നത്? അത് അങ്ങനെയാണോ ഇപ്പോ എഴുതുന്നത്? അങ്ങനെയുണ്ടോ? ഇല്ല, എനിക്ക് ഒന്നുകിൽ അതെനിക്ക് വേറൊരു സമാഹാരത്തിന്റെ കൂടെ ഈ കഥകൾ ചേർക്കായിരുന്നു. പക്ഷെ അപ്പൊ ഇത് ഞാനൊരു പ്രത്യേക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകാന്തത, സ്വപ്നം എന്ന് പറയുന്ന ആ 2 ഘടകങ്ങൾ വരുന്ന 4 കഥകളെ, നീണ്ട കഥകൾ ഒന്നിച്ചു ചേർത്തൊരു പുസ്തകമൊക്കെ തീരുമാനിച്ചിരുന്നില്ല. അല്ലെങ്കിൽ നമുക്കത് വേറെ പുസ്തകങ്ങളുടെ ഭാഗമായിട്ട് ഒരു നീണ്ട കഥ ഒരു പുസ്തകത്തിലായിട്ട് ചേർത്ത് പോവായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സങ്കല്പത്തിൽ, അതായത് ഞാൻ ഈ പറഞ്ഞ സ്വപ്നം എന്ന ചരടിലെ ഏകാന്തത, സ്വപ്നം എന്ന് പറയുന്ന 2 ചരടിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള ആ ഒരു രൂപത്തിൽ എനിക്ക് ആ പുസ്തകം സാധ്യമാവില്ല. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇതിനെ പ്രത്യേകം തെരഞ്ഞെടുത്ത് 4 കഥകളെ മാത്രമാക്കിയിട്ട് ഈ ഒരു ചരടിൽ കെട്ടിവെച്ചു എന്നേ ഉള്ളൂ. ഇതിനുശേഷം പുസ്തകമാണ് മാതൃഭൂമി മിക്സ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളുടെ വീട്. 10 കഥകളാണ്. അത് ഈ രീതിയിലല്ല, മറ്റൊരു രീതിയില്ല. പിന്നെ ഒരു പരീക്ഷണം എന്നുള്ള നിലയിലാണ്. അതായത് ഒരു കഥയുടെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ആ കഥയുടെ വിഷയത്തിനനുസരിച്ച് വരുന്നതാണ്. ഞാൻ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമല്ല സത്യത്തിൽ. അത് ക്രാഫ്റ്റ് വന്നു പോണതാണ്. അതിനകത്ത് പിന്നെ എഡിറ്റിംഗ് സമയത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഓരോ കഥയ്ക്കും ഉള്ള ക്രാഫ്റ്റുകൾ അതത് കഥയുടെ ആശയത്തിനനുസരിച്ച്, കഥയുടെ ഭാഷയും എന്റെ എല്ലാ പുസ്തകങ്ങളും ചേർത്ത് വെച്ച് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത് വളരെ വ്യത്യസ്തമായിരിക്കും അത്. അപ്പോ ആ കഥ ആവശ്യപ്പെടുന്ന, കഥാപാത്രങ്ങൾ ആവശ്യപ്പെടുന്ന ഭാഷയും ക്രാഫ്റ്റും വന്നു ചേരുന്നത്. ബോധപൂർവം ഒരു ശ്രമം എന്ന് പറയാനില്ല, അത് എഡിറ്റിംഗ് സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്ന് മാത്രം. ഈ കഥയും ഞാൻ ഈ പറഞ്ഞ 2 ചരടുകൾ ഒരുമിച്ച് പിണച്ച് കെട്ടിവെച്ച 4 കഥകളാണ് ഇതിനകത്ത് 4 കഥകളും. അത് ഒരുപക്ഷെ ബാഹ്യമായിട്ട് അല്ലെങ്കിൽ പുറമേ നമുക്ക് അത്ര മനസ്സിലാവണം എന്നില്ല. നമ്മൾ അതിനകത്തേക്ക് ഓരോ കഥയിലേക്കും വരുന്ന സമയത്ത് ഓരോരുത്തരും കാണുന്നത് സ്വപ്നമാണ്. എല്ലാ തകർച്ചയിലും എല്ലാ നിരാശയിലും ഈ മനുഷ്യരെ നിലനിർത്തുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ മനുഷ്യർ അവസാനിക്കുമ്പോഴും ബാക്കിയാവുന്നതും സ്വപ്നങ്ങൾ മാത്രമാണ്. അവർ കണ്ട സ്വപ്നങ്ങൾ, തീവ്രമായ സ്വപ്നങ്ങൾ, അത് ആ ഒരു ചരടിലാണ് അതിനെല്ലാം കെട്ടിവെച്ചിട്ടുള്ളത്. എന്തായാലും ഒരു കോയിൻസിഡൻസ്, ലൂസിഡ് ഡ്രീംസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ഈയിടെ കുറച്ച് പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഒരു സ്വപ്നങ്ങളുടെ പുസ്തകം ഇങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റിയതിലും സന്തോഷം. സർവോപരി അത് വലിയ വെളിച്ചം പകരുന്ന ഒരു ലക്കായി വായനാഴ്ച ഗംഭീരമായി എന്നുള്ളതാണ്. നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതി കാരണം ആദിത്യ മൈക്ക് കൈമാറുന്നു. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ എല്ലാവർക്കും നന്ദി. ഈ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നന്ദി പറയുന്നതിനായി 1ാം വർഷ BEd മലയാളം വിദ്യാർത്ഥിനി അഖില VS ക്ഷണിക്കുന്നു.
എല്ലാവർക്കും നമസ്കാരം. പ്രതിവാര പുസ്തക വായനാ പരിപാടി സമാപിക്കുന്ന ഈ വേളയിൽ ആദ്യമായി ഈ പരിപാടിക്ക് അവസരമൊരുക്കി തന്ന SNM ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ സുസ്മിത മിസ്സിന് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഈ പരിപാടിയുടെ സ്റ്റാഫ് കോർഡിനേറ്റേഴ്സായ കൃഷ്ണകുമാർ സാറിനും ഹീര മിസ്സിനും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. കൂടാതെ സ്റ്റുഡൻറ് കോർഡിനേറ്ററായ അക്ഷയ TSനും നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഒപ്പം കൂടുകയും എഴുത്തനുഭവം പങ്കുവയ്ക്കുകയും ചെയ്ത ഷാഹിന EK മാമിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. സ്വപ്നങ്ങളുടെ പുസ്തകം എന്ന കൃതി വളരെ മനോഹരമായി അവതരിപ്പിച്ച കലാവതിക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിയുടെ മോഡറേറ്ററായ ആദിത്യയ്ക്കും സ്വാഗതം പറഞ്ഞ സ്നേഹിക്കും നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി വിജയകരമാക്കാൻ കൂടെ നിന്ന എല്ലാവർക്കും, കൂടാതെ വായനയെ സ്നേഹിക്കുന്ന എല്ലാ പുസ്തക പ്രേമികൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നന്ദി അഖില.